Good morning everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 28th June 2022. എല്ലാവർക്കും നമസ്കാരം. Good morning. Welcome everyone. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ. താമസിച്ചു എന്ന് എനിക്കറിയാം. ഞാനതിന് ഒരു ന്യായം പറയുന്നില്ല, കാരണം ലേറ്റായി ഞാൻ ഇന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കോട്ട് വെച്ച്. സോ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും 8:30 ഉണ്ടാവും. 8:30 അല്ലെങ്കിൽ ഒരു 8:40 എന്തായാലും സ്റ്റാർട്ട് ചെയ്യും സെഷൻ. അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് എഡിറ്റോറിയലിലെ വൊക്കാബുലറി ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് പഠിക്കാം. അതൊക്കെയാണ് ഈ സെഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. യുവർ ഫ്യൂച്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ വാട്ട് യു ഡു ടുഡേ, നോട്ട് ടുമോറോ. നമ്മളെപ്പോഴും നാളെ നീളെ നമുക്കുണ്ടല്ലേ, നാളെ ആട്ടെ, നാളെ തീരുമാനിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കാറുണ്ടല്ലേ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നാളെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ നമ്മൾ ചെയ്യാറ് പോലുമില്ല. പിന്നെ അടുത്ത നാളെയിലോട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. അതൊരിക്കലും എത്താത്തൊരു സംഭവമാണ്. ഇറ്റ്സ് എൻ അഡ്വേർബ്, ഒരു കൃത്യത ഇല്ലാത്തൊരു സംഭവമാണ്. നാളെ ആട്ടെ, നാളെ എന്ന് പറയുമ്പോൾ നാളെ എപ്പോഴേലും നാളെ അല്ലേ, അങ്ങനെ ഒരു ഇതിലോട്ട് മാറ്റി വെക്കും. ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നതിനെ, മാറ്റി വെക്കുന്നതിനെ, പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെ പറയുന്നത്. സോ അത് നല്ലൊരു ശീലമല്ലെന്ന് എപ്പോഴും പറയും. ഇന്ന് കുറച്ചെങ്കിൽ കുറച്ച്, ഒരു വേർഡെങ്കിൽ ഒരു വേർഡ്, അല്ലെ 2 വേർഡെങ്കിൽ 2 വേർഡ്, അല്ലേ, ഇന്ന് പഠിക്കണം, ഇന്ന് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഇന്ന് കുറച്ചെങ്കിലും ചെയ്യുക. കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ ചെയ്താലും കുഴപ്പമില്ല, ബട്ട് ഇമ്പോർട്ടൻസ് ഇസ് യു ഡു സംതിങ്, അല്ലേ, നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. റിമെമ്പർ ദാറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ Adda247 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതിപ്പോൾ PSCയുടെ ആയാലും SSCയുടെ ആയാലും ESIC ഇൻഷുറൻസിൻ്റെ ആണെങ്കിലും ബാങ്കിങ് ക്ലാസ്സുകളാണെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ, സുപ്രീം കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ചാനലിൻ്റെ കാര്യം മറക്കണ്ട. എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഡെയിലി ക്വൈസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. കൂടാതെ എക്സാം നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്ട്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വീക്ക്ലി PDF ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ ആണ്. അതുകൂടാതെ നമുക്കൊരു ടെലഗ്രാം ചാനലോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സെൻട്രൽ എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പോൾ സെൻട്രൽ എക്സാംസ് കുറച്ചുകൂടെ നമ്മൾ ഊന്നൽ കൊടുക്കുന്നുണ്ട്, കാരണം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും സെൻട്രൽ എക്സാമിന് ഇത്തവണ വേക്കൻസി കൂടുതലാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള മോഡൽസ് എക്സാംസിൻ്റെ കാര്യം കൂടുതൽ ഡീറ്റെയിൽസും അതിനുള്ള കണ്ടന്റ് തരാനും ക്വിസസ് കണ്ടക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളൊരു ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ അതിലോട്ടൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ ചാനൽ അയച്ചു തരാം കേട്ടോ, ടെലിഗ്രാം ചാനൽ ലിങ്ക്. പുതിയ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് നമ്മുടെ Adda247. അപ്പോൾ നിങ്ങൾ ഇതിലൊന്ന് ജോയിൻ ചെയ്യുക. ഞാനിവിടെ അയച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. നമ്മൾ ഇനി മുതൽ സെൻട്രൽ എക്സാംസിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലോട്ട് സ്വാഗതം. ഇന്ന് 28-ാം തീയതി അല്ലേ. അപ്പോൾ നമ്മൾ ജൂൺ മാസം തീരാറായില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിനെ അനലൈസ് ചെയ്ത് വിടാം. അപ്പോൾ 2 ആർട്ടിക്കിളുണ്ട്. ഒന്ന് സ്പോർട്സ് ആർട്ടിക്കിളാണ്, ആൻഡ് അതായത് വിംബിൾഡൺ ടൂർണമെൻറ്റിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അടുത്ത ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് നമ്മുടെ പൊളിറ്റിക്സിനെ പറ്റി, ഇന്ത്യൻ പൊളിറ്റിക്കൽ സെനറിയെ പറ്റിയാണ്. പക്ഷെ അത് വായിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന കാര്യത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് എവർ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ദറ്റ് യു ഹാവ്, നിങ്ങൾക്ക് എന്ത് ഐഡിയോളജി ഉണ്ടെങ്കിലും ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങളൊന്ന് ആ പൊളിറ്റിക്കൽ ഐഡിയോളജി കുറച്ച് മാറ്റി വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കുക. കാരണം നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് ഓതർ ഭയങ്കര അനലിറ്റിക്കലായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചുകൊള്ളു. സ്പോർട്സ് ആർട്ടിക്കിൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിൽ പ്രത്യേകിച്ച് ഒരുപാട് വൊക്കാബുലറി ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സ്പോർട്സ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓൾറെഡി നമ്മൾ വായിച്ച കാര്യങ്ങൾ തന്നെയാണ്, കൂടുതലായിട്ട് വലിയ ഇൻഫർമേഷൻ ഒന്നും അതിൽ കിട്ടുന്നുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത UPSC എക്സാമിനും കേരള PSCക്കും SSCക്കും ESIC, ബാങ്കിങ്, ദേവസ്വം ബോർഡ് ക്ലാസ്സുകൾ നോക്കുന്ന കുട്ടികൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിനാണ് കേട്ടോ. സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ നോക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണമെങ്കിൽ റിഗറസ് ആയ പ്രാക്ടീസ് വേണം, ഡെയിലി പ്രാക്ടീസ് വേണം. അതിൽ വൊക്കാബുലറി ഡെയിലി പഠിക്കണം, ഗ്രാമർ സ്ട്രക്ചേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം, യുവർ കോംപ്രിഹെൻഷൻ സ്കിൽസ്, അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ഒരു വാക്ക് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ യു സക്സീഡഡ്. ആ കോംപ്രഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ റീഡിങ് സ്കിൽസ്, നിങ്ങളുടെ അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് നമ്മൾ പറയും, അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ടെലിഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യാം ഒന്ന്. ആൻഡ് ബാക്കി ലൈവിലുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, 1 വേർഡ്സിലോട്ട് പോകും. ആദ്യത്തെ
ഇന്ന് അധികം ഒന്നുമില്ല കേട്ടോ, നോക്കിക്കേ, ഇന്ന് അധികം ഒന്നുമില്ല. ഇന്നുള്ളത് ആകെ 3 വാക്കുകളാണ്. ആൻഡ് 3 വാക്കുകളിൽ 2 വൺ വേർഡും ഒരു ഫ്രേസൽ വേർബും ഉള്ളൂ. ഇന്ന് ഇടിയം ഒന്നും അത് കേട്ടില്ല. സോ ലുക്ക് അറ്റ് ദിസ്. ടേൺ ഔട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിസൾട്ട് ഇൻ അല്ലെങ്കിൽ ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ. ഇങ്ങനെ ഒരു രീതിയിൽ നടക്കാം, പ്രത്യേക രീതിയിൽ നടക്കാം, അല്ലെങ്കിൽ പ്രത്യേക ഒരു കാരണമല്ല ഒരു റിസൾട്ട് ഔട്ട്കം കിട്ടുക എന്ന്. അല്ലെങ്കിൽ അതിന് വേറൊരിടത്തോട് പറയും ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഓർത്തു, ടേൺ ഔട്ട് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാറില്ല സ്വിച്ച് ഓഫിൽ, പക്ഷെ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് സ്വിച്ച് ഓഫ് തന്നെയാണ്. എന്നാലും ടേൺ ഔട്ടിന് ആ ഒരു അർത്ഥമുള്ളതായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞു ഫ്രേസൽ വേർബിന് പല അർത്ഥമുണ്ടെന്ന് എപ്പോഴും പറയാറില്ലേ, അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. സോ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇൻ അല്ലെങ്കിൽ ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ. 2 രീതിയിലും അതിനെ പറയാം. 2 ഒരേ സാധനമാണ്, 2 രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, സംഭവം ഒന്ന് തന്നെയാണ്. അടുത്ത വാക്ക് നോക്കിയേ, അൺഅസൈലബിൾ. കേട്ടിട്ടുണ്ടോ അൺഅസൈലബിൾ എന്ന്? അൺഅസൈലബിൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അണേബിൾ ടു ബി, എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ്. അതിൻ്റെ നിങ്ങൾ ഓർക്കണം, പ്രിഫിക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് വേർഡാണോ നെഗറ്റീവ് വേർഡാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അൺഅസൈലബിൾ, അസൈലബിൾ അല്ലാത്തത്. ദാറ്റ് മീൻസ് അണേബിൾ ടു ബി അറ്റാക്ഡ്, ക്വസ്റ്റൻഡ് ഓർ ക്വസ്റ്റൻഡ്. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തത്, അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എങ്കിൽ ദാറ്റ് ഈസ് അൺഅറ്റൈനബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അൺഅറ്റൈനബിൾ. കേട്ടോ? Yes, rigorous learning turns out to success. Yes, that's great. All right, yes, അതെ. വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു നിങ്ങൾ? ഇല്ല, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഞാൻ? ഇല്ല. ഓൾ റൈറ്റ്, അടുത്തത് ഓക്കെ, അനക്രോണിസ്റ്റിക്. നമ്മൾ ഡിസ്കസ് ചെയ്താണ് അനക്രോണിസ്റ്റിക്. ഓർമ്മയുണ്ടോ അനക്രോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു അനക്രോണിസത്തിലെ എന്ന വാക്ക് വന്നിരിക്കുന്നത്, എന്ന വാക്ക് വന്നിരിക്കുന്നത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കേട്ടോ ഈ വാക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്. സോ ദാറ്റ് മീൻസ് എന്ന വാക്ക് വന്നേക്കുന്ന അർത്ഥം കോൺട്രറി എന്നാണ് അർത്ഥം. കോൺട്രറി, വിരുദ്ധമായിട്ട് എന്നർത്ഥം. കോൺട്രാസ്റ്റ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ്, വിരുദ്ധമായിട്ട്, എഗൻസ്റ്റ് ആണ്, വിരുദ്ധമായിട്ട് എന്നാണ്. അതായത് അനക്രോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പീരീഡിൽ വരേണ്ടതല്ല, ഈ ഒരു പീരീഡ് പോർട്രേ ചെയ്യേണ്ട കാര്യമല്ല, ഡിസ്പ്ലേ ചെയ്യേണ്ടതല്ല. ദാറ്റ് ഈസ് നോട്ട് ബിലോങ്ങിങ് ടു ദിസ് പീരീഡ്. അതാണ് ബിലോങ് ടു പീരീഡ് റാദർ ദാൻ ബീങ് പോർട്രേഡ്. ഈ ഒരു പീരീഡിൽ ഇടേണ്ടതല്ലായിരുന്നു, നേരത്തെ തമ്മിൽ മാറിപ്പോകുന്നൊരു കാര്യം. ദാറ്റ് ഈസ് അനക്രോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് കോൺട്രാസ്റ്റ് ടു ദി ക്രോണോളജി. ആ ക്രോണോളജിയുമായിട്ട് ബന്ധം ഇല്ല, അതാണ് അനക്രോണിസ്റ്റിക് എന്ന് പറയുന്നത്. എതിര് വരുന്ന ഒരു സാധനത്തിന് അനക്രോണിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഈ പീരീഡ് ഈ ഒരു ടൈം പീരീഡിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു കാര്യമല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ടൈം പീരീഡ് ബിലോങ് ചെയ്യേണ്ട, ആ ടൈം പീരീഡ് അല്ല ഇത് ബിലോങ് ചെയ്യുന്നത്, വേറൊരു ടൈം പീരീഡ് ആയിരുന്നു ബിലോങ്. അപ്പോൾ നമ്മൾ പറയില്ലേ, നീ ഒന്നും ഈ കാലത്ത് ജനിക്കേണ്ടവനല്ലായിരുന്നു എന്നൊക്കെ ചിലരോട് പറയില്ലേ. ഇറ്റ്സ് ലൈക്ക് എൻ അനക്രോണിസ്റ്റിക് പിക്ചർ. നമ്മൾ അവരോട് ഒരു അനക്രോണിസ്റ്റിക് വേയിൽ പറയാണ്. അതായത് അതിവിടെ അല്ല നടക്കേണ്ടതിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴല്ലായിരുന്നു നടക്കേണ്ടിയിരുന്നത്, അത് നേരത്തെ. ചില മൂവീസ് കാണുമ്പോൾ നമ്മൾ തോന്നൂല്ലേ, അതിവിടെ പോർട്രേ ചെയ്യേണ്ടതല്ലായിരുന്നു, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടു പോയ വിഷയം തന്നെയാണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാറുണ്ട് ചില മൂവീസ് കാണുമ്പോൾ. അതിനെ അനക്രോണിസ്റ്റിക് എന്ന് പറയാം. ദാറ്റ് ഈസ് അനക്രോണിസ്റ്റിക് കേട്ടോ. ഗുഡ് മോർണിംഗ് ഫാത്തിമ, ഗുഡ് മോർണിംഗ്. മോഹൻലാൽ ഈസ് an unassailable thespian. All right. The verdict of Supreme Court with respect to abortion laws turned out massive protest. Yes. അത് കഴിഞ്ഞിട്ട് ടേൺ ഔട്ട് കഴിഞ്ഞിട്ട് ഒരു ഇതുകൂടെ ഉണ്ടേ, ടേൺ ഔട്ട് കഴിഞ്ഞിട്ട് 2 കൂടെ വേണം. ടേൺ ഔട്ട് 2 അതുകൂടെ വേണേ. ടേൺ ഔട്ട് 2 മാസീവ് പ്രൊട്ടസ്റ്റ് കൊടുക്കണം. ആരതിയുടെ എക്സാം കഴിഞ്ഞോ? ആരതി ലൈവിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ആരതിൻ്റെ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എക്സാം തകൃതിയായിട്ട് പഠനത്തിലൊക്കെയാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചേ, അതിനൊരു നേരം സ്റ്റക്കായി. അപ്പോൾ turned out to മാസീവ് പ്രൊട്ടസ്റ്റ് കൊടുക്കണേ. 45 dynasty is unassailable. All right. India took 2-0 unassailable lead in the 3-match T20 international series by defeating West Indies by 8 runs. Great. My sister is anachronistic. ഇവിടെ ഒന്നും ജനിക്കേണ്ടവളല്ലായിരുന്നു അവളല്ലേ? കൊള്ളാം. Even in 21st century, some verdicts and enactments are anachronistic. സത്യം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളല്ലേ, ചില നിയമങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന്നും ഈ കാലഘട്ടത്തിലുള്ളതല്ല, അത് വേറെ ഏതോ കാലഘട്ടം നടക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കില്ല. ദാറ്റ് ഈസ് അനക്രോണിസ്റ്റിക്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് അല്ലേ? അപ്പോൾ ടേൺ ഔട്ടും അൺഅസൈലബിളും അനക്രോണിസ്റ്റിക് എന്ന് 3 ഒരു ഫ്രേസും 2 വേർഡ്സേ ഉള്ളൂ, ഓർത്ത് വെച്ചോളണം
കേട്ടോ. ഇതിങ്ങനെ ചോദിക്കാറുണ്ട്. ഇന്നലെ നമ്മൾ SSCയുടെ MTSന്റെ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ റിമെമ്പർ ദാറ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കുക. ഇങ്ങനെ ഒരു 1 വേർഡ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് വേർഡ്സ് ചോദിച്ചിട്ട് അത് ചോദിക്കും. SSCയുടെ സ്ഥിരം പാറ്റേൺ അത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇപ്പം ഇട്ട് തരുന്നത്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചു വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സിനോണിം മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് അതിൻ്റെ കൃത്യമായ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്ത് ഇങ്ങോട്ട് തരാം. ചില വാക്കുകൾ കൃത്യമായി എക്സ്പ്രസ് ചെയ്താൽ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തരുന്നത്. ഓക്കെ, റിമെമ്പർ ദാറ്റ് കേട്ടോ. Yes, great. The Economic Survey pitched for scrapping of the Essential Commodities Act (ECA), saying that the law is. എപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ദാറ്റ് ഉപയോഗിക്കും. ട്രിച്ചിപ്പി saying that the law is anachronistic കേട്ടോ. ആൻഡ് മൂവിങ് ടു നമ്മുടെ മറ്റ് വേർഡ്സ് സിനോണിംസിലോട്ട് പോവാം. മറ്റ് റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സിലോട്ട് പോകാം കേട്ടോ. ഇന്നുണ്ട്. അതാണോ? കൊള്ളാം. നമുക്കൊന്ന് സ്ട്രെസ് ഔട്ട് ഒക്കെ ആയിട്ട് പോവാം. സ്ട്രെസ്സൊക്കെ മാറ്റിയിട്ട് പോവാം അല്ലേ? സ്ട്രെസ് ഔട്ട് ആക്കിയിട്ട് പോവാം. സ്ട്രെസ് ഔട്ട് അല്ല, സ്ട്രെസ് ഔട്ട് ആക്കിയിട്ട് പോവാം, മാറ്റിയിട്ട് പോവാം. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും 17% ഡിസ്കൗണ്ട് ഇപ്പോൾ ഉണ്ട്. മഹാപാക്കിനും അത് ലൈവ് ക്ലാസ്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ കോഡ് ഉപയോഗിക്കാം Y314 Y314 എന്നൊരു കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ കോഴ്സ് ഏത് കോഴ്സ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ IBPS RRBയുടെ ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ടു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ. നിങ്ങൾ അറിഞ്ഞിരിക്കും, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3400 രൂപയ്ക്ക് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഓറിയൻറ്റഡ് ആണ്. അതിൽ ടെസ്റ്റ് സീരീസ് ഇബുക്കും എല്ലാം അവൈലബിൾ ആണ്. അതിൽ മാത്ത്, റീസണിങ്, ഇംഗ്ലീഷ്, GA കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി അതല്ല, പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും പഠിക്കുന്നത് വേറെ കാര്യം. ബട്ട് കുറച്ചുകൂടി വീക്കാണ് QA ആൻഡ് റീസണിങ് എങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്ത് ആൻഡ് റീസണിങ്ങിൽ നിങ്ങൾ ഇച്ചിരി വീക്കാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ദിസ് കോഴ്സ്. ഈ കോഴ്സ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. 1400 രൂപയ്ക്ക് നിങ്ങൾക്ക് ചാണക്യ ബാച്ച് അവൈലബിൾ ആണ്. മാത്ത് റീസണിങ്ങിന് വേണ്ടി മാത്രമുള്ള ബാച്ച്. അതുപോലെ ഇപ്പോൾ ഈ കോഴ്സ് എടുക്കുന്നില്ല, ഞാൻ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആണ്, ബട്ട് ഐ ഹാവ് ടു വർക്ക് ഔട്ട് മൈ സ്പീഡ് ആൻഡ് ആക്യുറസി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി IBPS RRBയുടെ ഉണ്ട്. അതുപോലെ തന്നെ SBI ക്ലാർക്കിൻ്റെയും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് വിത്ത് ബുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ കോഴ്സ് വിത്ത് കോഡ് നിങ്ങൾക്ക് വരുന്ന ഡിസ്കൗണ്ട് കേട്ടോ. 499 കിട്ടും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കാം. മൂവിങ് ടു ദ വേർഡ്സ്. ഇൻറ്ററിം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്കാണ്, ഇന്നും ഡിസ്കസ് ചെയ്യാണ്. ഇൻറ്ററിം എന്ന വാക്ക് ഇറ്റ്സ് എ നൗൺ ആൻഡ് അഡ്ജക്റ്റീവ്. ഇൻറ്ററിം എന്ന് പറഞ്ഞാൽ നൗണും ആണ്, അഡ്ജക്റ്റീവ് ആണ്. എന്താണ് ഇൻറ്ററിം എന്ന് പറഞ്ഞാൽ? ഇൻറ്ററിം എന്ന് പറഞ്ഞാൽ മീൻ ടൈം അല്ലെങ്കിൽ ഇന്റർവെൽ എന്ന് പറയും. ഇൻറ്ററിം എന്ന വാക്കേ ഇവിടെ അല്ല, എന്താ ലാറ്റിൻ വാക്കാണ് കേട്ടോ. ലാറ്റിൻ നിന്ന് വന്നാണ്, വരത്തനാണ്. അഡ് ഇൻറ്ററിം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്. അപ്പോൾ ഇൻറ്ററിം എന്ന വാക്കിൻ്റെ അർത്ഥം മീൻ ടൈം, ഇന്റർവെൽ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ അതിനെ ഉപയോഗിക്കുന്ന ഇതാണ്, പ്രൊവിഷണൽ ആണ് അല്ലേ, പ്രൊവിഷണലായിട്ട് നടന്ന കാര്യമാണ്. അല്ലെങ്കിൽ വി ക്യാൻ സേ ടെമ്പററി, തൽക്കാലത്തേക്ക്, താൽക്കാലികമായിട്ട്. ദാറ്റ് ഇസ് ഇന്ററിം. ഓർത്തോണം കേട്ടോ. യെസ്. സം ഓഫ് റൂൾസ് think that they are some of our rulers, Anju, some of our rulers അല്ലേ, some of our rulers think that they are unassailable person എന്ന് കൊടുക്കണം. Good morning. Mushrooming COVID cases turn out to large number of isolation wards and hospitals. Great. Yes, great. All right. It turns out everything അനു അവിടെ നമുക്ക് ദാറ്റ് ക്ലോസ് കൊടുക്കണം. ദാറ്റ് ക്ലോസ് കൊടുക്കണം. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് എവറിത്തിങ് ഹി ഡസ് ഇസ് അൺഅസൈനബിൾ വെൻ വിച്ച് മേക്സ് മീ തിങ്ക് ഹി ഈസ് അനക്രോണിസ്റ്റിക്. അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് എവറിത്തിങ് ഹി ഡസ് ഇസ് അവിടെ ദാറ്റ് കൊടുക്കണം, സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് എവറിത്തിങ് ഹി ഡസ് ഇസ് അൺഅസൈലബിൾ വിച്ച് മേക്സ് മീ തിങ്ക് ഹി ഈസ് അനക്രോണിസ്റ്റിക് എന്ന് കൊടുക്കാം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ രാജശ്രീ, ഗുഡ് മോർണിംഗ്, വെൽക്കം. അപ്പോൾ അടുത്ത് നോക്കിക്കേ, പോസ്. പോസ് എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, പോയ്സും പോസും തമ്മിൽ എപ്പോഴും മാറിപ്പോകാറുണ്ട്. അതെപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയും, അതിലൊരു ഇതുമില്ല. പോയ്സ് എന്ന് പറയുന്നത് നൗണായിട്ടും വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബാലൻസ്, കൺട്രോൾ, ഇക്വിലിബ്രിയം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, പോയ്സ് അല്ലേ. ബട്ട് അത് വേർബ് ആയിട്ടും നൗണായിട്ടും ഉപയോഗിക്കുന്ന സംഭവമാണ് പോയ്സ്. ബട്ട് പോസ് എന്ന് പറഞ്ഞാൽ നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കും, ബട്ട് അതിന് ആ ഒരു അർത്ഥമായിട്ട് ഒരു ബന്ധവുമില്ല. പോസ് മീൻസ് പോസ്റ്റർ, നമ്മുടെ ബോഡി പോസ്റ്റർ പറയില്ലേ, അല്ലെങ്കിൽ ആക്ട്, പ്രിട്ടൻസ്, നമ്മുടെ അഭിനയം എന്ന് പറയില്ലേ, വെറും ആക്ടിങ് ആണ്, അഭിനയമാണ് പറയില്ലേ, അത് എന്ന് പറയാം നമുക്ക് അല്ലേ. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രസന്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്.
ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള ഇറ്റ് പ്രസൻസ് ഇറ്റ് പോസസ് എ ഗ്രേറ്റ് ഡേഞ്ചർ ടു പീപ്പിൾ എന്നൊക്കെ പറയില്ലേ ആ സാധനം. ഇതാണ് ഈ പോസ് എന്ന വാക്ക്, ഓർത്ത് വെച്ചോ കേട്ടോ. അടുത്തത് അഡ്വേർബ് ആണ്. സീമിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അങ്ങനെ തോന്നുന്നേ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇറ്റ് സീംസ്. അപ്പോൾ സീമിങ് ആണെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സീമിംഗ്ലി എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവിൻ്റെ എൽവ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അഡ്വേർബ് കിട്ടും. അറിയാലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, അഡ്ജക്റ്റീവിൻ്റെ എൽവ ഇട്ടാൽ നിങ്ങൾക്ക് അഡ്വേർബ് കിട്ടും അല്ലേ. എൽവൈ വാക്കുകൾ ഇട്ടാൽ അഡ്വേർബ് കിട്ടും. സോ ഈ സീമിംഗ്ലി എന്ന അഡ്വേർബിന്റെ അർത്ഥം എന്താ? അപ്പാരന്റ്ലി അല്ലെങ്കിൽ ഔട്ട്വേർഡ്ലി ഓർ അലജഡ്ലി. അപ്പാരന്റ്ലി, ഔട്ട്വേർഡ്ലി അല്ലെങ്കിൽ അലജഡ്ലി എന്ന് കൊടുക്കാം കേട്ടോ. സീമിംഗ്ലി എന്ന് പറഞ്ഞാൽ അപ്പാരന്റ്ലി, ഔട്ട്വേർഡ്ലി അല്ലെങ്കിൽ അലജഡ്ലി എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ, ഇൻസർമൗണ്ടബിൾ. ഇൻസർമൗണ്ടബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇൻസർമൗണ്ടബിൾ എന്ന വാക്കിന്റെ അർത്ഥം ഇൻസൂപ്പറബിൾ അല്ലെങ്കിൽ ഇൻസപ്പറബിൾ അല്ലെങ്കിൽ സെപ്പറബിൾ അല്ല, ഇൻസപ്പറബിൾ അല്ലെങ്കിൽ അൺകോൺകറബിൾ. നമ്മൾ പറയില്ലേ, എന്താ പറയുക, നമുക്ക് ഒരാളെ തോൽപ്പിക്കാൻ പറ്റില്ല, ഇൻവിൻസിബിൾ ആണ് അല്ലെ. ഇൻവിൻസിബിൾ ആണ് ആളെ തോൽപ്പിക്കാൻ പറ്റില്ല. അവർ നമ്മളെ കൊണ്ട് കൂട്ടിയ കൂട്ടുള്ള അവർ ഭയങ്കര ഇൻവിൻസിബിൾ ആണ്, കേട്ടുണ്ടോ? ഇൻവിൻസിബിൾ, ഇൻവിസിബിൾ അല്ലേ, ഇൻവിൻസിബിൾ. തോൽപ്പിക്കാൻ പറ്റില്ല. somebody that cannot be somebody who is not conquered, cannot be defeated അല്ലേ. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണെങ്കിൽ വി കൻ സേ ആ പേഴ്സണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻസർമൗണ്ടബിൾ എന്ന് പറയാം കേട്ടോ. ഓർത്തോണേ, ഇൻസർമൗണ്ടബിൾ ദാറ്റ് മീൻസ് ഇൻസപ്പറബിൾ, അൺകോൺകറബിൾ അല്ലെങ്കിൽ ഇൻവിൻസിബിൾ എന്ന് പറയാം. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്, ഓർത്ത് വെച്ചോളാം. ABLE വാക്കുകളെല്ലാം അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്, ഓർത്തോളാം. അടുത്ത സെറ്റ് ബാക്ക് നമുക്കറിയാം. ഇറ്റ് വാസ് എ ഗ്രേവ് സെറ്റ് ബാക്ക്. വല്ലാത്തൊരു സെറ്റ് ബാക്ക് ആയിപ്പോയി. പ്രോബ്ലം, ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഇഷ്യൂ. ഇറ്റ് വാസ് എ മേജർ സെറ്റ് ബാക്ക് ഫോർ ദ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. സോ ഇന്ന് കാണാതെ. അപ്പോൾ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, ഇഷ്യൂ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്തോ കേട്ടോ. യെസ്, ലെറ്റ്സ് മൂവ്. അടുത്തത് എന്താണ്? Interim breaks are essential to keep the pace of going. Yes, it is. Binny, good morning, welcome. The sound we decoded was feeble. Okay, decode the sound feeble ആണ്. Great. ജയിക്കാൻ കഴിയാത്ത, മറികടക്കാൻ കഴിയാത്ത. യെസ്, അത് തന്നെ. ഡ്യൂറിങ് ദ ഇൻറ്ററിം ആഫ്റ്റർ ക്ലാസ് ഷീ വാസ് സീമിംഗ്ലി പോസിംഗ് ഫോർ പിക്ചേഴ്സ്. ഓൾ റൈറ്റ്. അപ്പോൾ സീമിംഗ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം അഡ്വേർബാന്ന് ഞാൻ പറഞ്ഞു, മീനിങ് പറഞ്ഞില്ല. അപ്പാരന്റ്ലി, അത് പുറമേ കാണുന്ന രീതിയിൽ, അപ്പാരന്റ്ലി അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഔട്ട്വേർഡ്ലി, അലജഡ്ലി, പെർപെറ്റഡ്ലി നമ്മൾ പഠിച്ചാണ് അല്ലേ. അലജഡ്ലി, സപ്പോസഡ്ലി, സീമിംഗ്ലി, അപ്പാരന്റ്ലി കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. പെർപെറ്റഡ്ലി അല്ലേ. പെർപെറ്റഡ്ലി, അപ്പാരന്റ്ലി, ഔട്ട്വേർഡ്ലി, അലജഡ്ലി എന്നൊക്കെയാണ് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, ഇങ്ങനെയാണ് കരുതപ്പെടുന്നത് എന്നൊക്കെ പറയല്ലേ. അങ്ങനെ ഒരു അതിനെയാണ് അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നത്, സീമിംഗ്ലി. ഓക്കെ, ഓർത്ത് വെച്ചോളാം. പുറമെ, ഔട്ട്വേർഡ്ലി അല്ലേ. അൺഅസൈനബിൾ, ഇൻസർമൗണ്ടബിൾ സെയിം ആണല്ലേ. സെയിം ആണ്. സെയിം ഇൻ ദ സെൻസ് ഇതാണ് എന്താ പറയുക, രണ്ടും സിനണിംസ് ആണ്. കാരണം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. രണ്ടിനും വ്യത്യാസം മനസ്സിലായോ? നമുക്ക് ഒരാളോട് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. കാരണം അവർ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ പെർഫെക്റ്റ്, അവർ ചെയ്യുന്നതിൽ തെറ്റില്ല. മനസ്സിലായോ? ദേ കനോട്ട് ബി ക്വസ്റ്റ്യൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ചെയ്യുന്ന കാര്യം നീറ്റാണ്, കറക്റ്റായിട്ട് അവർ ചെയ്യുന്നത്. ബട്ട് ഇൻസർമൗണ്ടബിളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെന്ന് വെച്ചാൽ അവരെ നമുക്ക് എന്താ, ഇൻസർമൗണ്ടബിൾ ആണ്, അവരെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിനെ മാറ്റിയിരുന്നത്. അണേബിൾ ടു ബി അറ്റാക്ട്, അവരെ നമുക്ക് അറ്റാക്ക് വേർബൽ അറ്റാക്ക് ഉണ്ടല്ലോ, അതാ ക്വസ്റ്റ്യൻഡ്. വേർബൽ അറ്റാക്കും ആകാം. അൺഅസൈനബിൾ മീൻസ് അണേബിൾ ടു ബി അറ്റാക്ട്. മനസ്സിലായി? അവരെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതത്ര സ്ട്രോങ് ആണ്, അവരുടെ ബേസ് സ്ട്രോങ്. അവരെത്ര സ്ട്രോങ് ആയിട്ടാണ് അവരുടെ ബേസ് ഉണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ഉണ്ട്, പ്രൂഫ് ഉണ്ട് എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് അൺഅസൈലബിൾ. ബട്ട് ഇൻസർമൗണ്ടബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. യു ക്യാൻ നോട്ട് ബ്രോക്ക് ദം ഇൻ ടു പീസസ്. അവരെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര സ്ട്രോങ് ഇൻ എ ഫിസിക്കൽ വേ. മനസ്സിലായോ? കോൺകർ ചെയ്യാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റാത്ത വ്യത്യാസം മനസ്സിലായോ പാർവതിക്ക്? അതുകൊണ്ട് ഞാൻ രണ്ടും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയത്. ബിക്കോസ് രണ്ടും വന്നാൽ രണ്ട് തരത്തിലാണ് അതിൻ്റെ യൂസേജ് വരിക. സോ റിമെമ്പർ ദാറ്റ് കേട്ടോ. അതിലെ ഒരു എന്താ പറയുക, ആക്യുറസി മേഖലയിലോട്ട് വരുമ്പോൾ
സിനോണിം ആകുമ്പോൾ ഓക്കെയാണ്. ബട്ട് ആക്യുറസി മേഖല ഇപ്പോൾ ഫില്ലേഴ്സ് ഒക്കെ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ABLE വാക്കുകൾ ഇട്ടിട്ട് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയ വാക്കിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മൾ SSCയുടെ MTSന്റെ PYQ കണ്ടപ്പോൾ കൊളാപ്സിനും ഡാമേജിനും ഒക്കെ ഏറെക്കുറെ ഒരു മീനിങ്ങാണ്. പക്ഷേ കൊളാപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വീഴുക, അങ്ങനെ നശിക്കുക, ഫ്ലാറ്റ് തന്നെ ഇങ്ങനെ വീഴുക എന്നുള്ളതാണ്. പക്ഷേ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ഹേർട്ട് ചെയ്യുക, ഇഞ്ചുറി എന്നൊക്കെ അർത്ഥമുണ്ട്. സോ ആ ഒരു ലെവലിൽ നിന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. വെറ്ററൻ ആക്ടേഴ്സ് പോയ്സ് വെൽ ഇൻ ദെയർ പോസ്. Okay, balance well, control well in their pose, all right. In order to maintain peace in violated areas, court imposes interim order. Great. Interim government of India formed on 2nd October 1946. Okay, all right. Yes. Bahubali considered as an insurmountable barrier in history. Bahubali considered as a Bahubali is considered an asvanda. Regarding to the aswadi, considered to the asvanda. Bahubali is considered an insurmountable barrier in history. Bahubali is considered. കേട്ടോ, പാസീവ് വോയിസ്. ബാഹുബലി ഇങ്ങനെ കരുതപ്പെടുന്നു എന്നല്ലേ. സോ ബാഹുബലി is considered an insurmountable. പാസീവ് വോയിസ് വേണേ. The convict has got interim bail from the court. Great. That's great. അടുത്ത സെറ്റിലോട്ട് പോകാം. നെക്സ്റ്റ് സെറ്റ് ബാസ്റ്റിയൻ. What is bastion? ബാസ്റ്റിയൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓർക്കുക. പണ്ട് നമ്മൾ പഠിച്ച റാംപാർട്ട് ഓർമ്മയുണ്ട്. വാൾ അല്ലെങ്കിൽ ബൾവാർക്ക്, സ്ട്രോങ് ഹോൾഡ്, സപ്പോർട്ട്. അതാണ് ബാസ്റ്റിയൻ എന്ന് പറയാം. നിങ്ങൾക്കത് കാണാൻ പറ്റും. പാർട്ടി BJP പറ്റി നമ്മൾ പഠിക്കുകയാണ്. BJP പറ്റിയും കോൺഗ്രസിനെ പറ്റിയും നമുക്ക് എല്ലാ പാർട്ടികളെ പറ്റി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം, ഒപ്പോസിഷനെ പറ്റി മൊത്തം. അപ്പോൾ അതിൽ ബാസ്റ്റിയൻ എന്നൊരു വാക്ക് നിങ്ങൾ കാണും. ബാസ്റ്റിയൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഹോൾഡാണ്, വാളാണ്, പ്രതിരോധം, ഡിഫെൻസ് എന്നൊക്കെ പറയും. സോ ലെറ്റ് സി വാട്ട് ഇസ് ദാറ്റ്. ബാസ്റ്റിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം റാംപാർട്ട്, ബൾവാർക്ക്, സ്ട്രോങ് ഹോൾഡ്, സപ്പോർട്ട് എന്നൊക്കെയാണ്. അടുത്തത് വാലിഡേഷൻ. വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൂവ് ചെയ്യുക അല്ലേ. ഒരു കാര്യം വാലിഡേറ്റ് ചെയ്യുന്ന വിത്ത് പ്രൂവ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ അതിനെ ഒന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യുക എന്നാണ്. സോ വാലിഡേഷൻ ഇസ് ഒബ്വിയസ്ലി നൗൺ ആണ്, TION ആണ്, നൗൺ ആണ്. അപ്പോൾ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർബ്. സംഭവം സെയിം സാധനം തന്നെ കേട്ടോ. വാലിഡേറ്റ് വേർബ്, അതിൻ്റെ നൗൺ ആണ് വാലിഡേഷൻ. വാലിഡേഷൻ മീൻസ് പ്രൂഫ്, കൺഫർമേഷൻ, സർട്ടിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയും. ഓക്കെ, അടുത്ത വാക്ക് നോക്കിക്കോ. ഷാംബിൾസ്. നമ്മൾ ഷാംബിൾസ് പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഷാംബിൾസ് എന്ന് പറയുന്ന പ്ലൂറൽ വാക്കാണ്. അല്ല കേട്ടോ, ഇത് സിംഗുലർ ആണ് കേട്ടോ. ഒന്ന് മനസ്സിലാക്കിയോണേ. ഈ ഷാംബിൾസ് എന്ന വാക്ക് സിംഗുലർ സാധനമാണ്. സിംഗുലർ, പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. സോ നമുക്ക് എ ഷാംബിൾസ് എന്ന് പറയാം. ഇൻ എ ഷാംബിൾസ്, our situation is a chaos. It's a disorder. അയ്യോ, അതിനെപ്പറ്റി ഒന്നും പറയണ്ടടാ, അതൊരു ഡിസോർഡറാ. ഇറ്റ്സ് എ മെസ് എന്നൊക്കെ പറയില്ലേ. സോ എ ഷാംബിൾസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. സിംഗുലർ നൗൺ ആണ്. Or it's not uncountable, it's singular noun ആണ്. ഷാംബിൾസ് മീൻസ് chaos, disorder അല്ലെങ്കിൽ മെസ് എന്നാണ് അർത്ഥം. കോളമായിട്ടിരിക്കുന്ന അവസ്ഥ, that is shambles. So you can see the politics is in shambles എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പൊളിറ്റിക്കൽ structure is in shambles എന്ന് കാണാൻ പറ്റും. ആൻഡ് അടുത്തത് ഇസ് ബൈൻഡ്. അറിയാലോ, ബൈൻഡ് നൗൺ ആയിട്ട് ബൈൻഡ് ഉപയോഗിക്കും, വേർബായിട്ട് ബൈൻഡ് ഉപയോഗിക്കും. സോ നമുക്ക് വേർബായിട്ട് നന്നായിട്ട് അറിയാം. ബൈൻഡ് സംതിങ്. ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടൈ ചെയ്യുക, ഫാസ്റ്റൻ ചെയ്യുക, കൂട്ടിക്കെട്ടുക. അതിനെയാണ് ടൈ ചെയ്യുക, ഫാസ്റ്റൻ ചെയ്യുക. അതാണ് ബൈൻഡിൻ്റെ അർത്ഥം. പക്ഷേ ബൈൻഡ് എന്ന് പറഞ്ഞൊരു നൗണും കൂടെ ഉണ്ട്. ബൈൻഡ് മീൻസ് പ്രെഡിക്കമെൻറ്റ്. പ്രെഡിക്കമെൻറ്റ് എന്താണെന്നറിയാലോ? ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് പ്രെഡിക്കമെൻറ്റ്, വല്ലാത്തൊരു പ്രതിസന്ധി. ദാറ്റ് ഇസ് പ്രെഡിക്കമെൻറ്റ്, ഡിഫിക്കൽട്ടി. അതിനെയാണ് പ്രെഡിക്കമെൻറ്റ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ബൈൻഡ് എന്ന് പറയുമ്പോൾ ഓർത്തോണേ, അത് കുടുക്കിലാണ്. ബൈൻഡ് കെട്ടിടുക എന്നല്ലേ. അപ്പോൾ ബൈൻഡ് എന്ന നൗണിൻ്റെ അർത്ഥം കുരുക്കിൽ പെട്ടിരിക്കുകയാണെന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ്സ് എ ഡിഫിക്കൽട്ടി, പ്രെഡിക്കമെന്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി എന്ന് പറയാം ബൈൻഡിനെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്വാൻട്രി. ക്വാൻട്രി അറിയാലോ, വല്ലാത്തൊരു അവസ്ഥ. ഡിലമ എന്നൊക്കെ പറയില്ല, വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഡിലമ, ക്വാൻട്രി, ഇതൊക്കെ ഇതിൻ്റെ സിനണിംസ് ആണ്. ഞാൻ ഈ പറയുന്നതൊക്കെ സിനണിംസ് ആണ്. ബൈൻഡ് എന്ന് കണ്ടാൽ നിങ്ങൾ പ്രെഡിക്കമെന്റ് തന്നെ എഴുതിയാൽ മതി. ദാറ്റ് മീൻസ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ക്വാൻട്രി ഉപയോഗിക്കാം. ബാക്കി ഡിഫിക്കൽട്ടി, ഡിലമ എന്നുള്ളതൊക്കെ സിനണിമസ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ടൈ ആൻഡ് ഫാസ്റ്റൻ അതിൻ്റെ വേർബിൻ്റെ മീനിങ് ആണ്, ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്ക് പരിചയമുള്ള വാക്ക് തന്നെയാണ് വോസിഫറസ്. ഓർമ്മയുണ്ടോ? വോസിഫറസ് എന്ന് പറഞ്ഞാൽ വെഹിമെൻ്റ് ആയിട്ടുള്ള, അതായത് നല്ല ഒച്ചത്തിലൊരു കാര്യത്തിനോട് ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരാൾ, വളരെ വെഹിമെൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ, ദാറ്റ് ഈസ് വോസിഫറസ്. അതായത് ആ എനർജറ്റിക് ആയ ആൾ എടുത്ത് പറയുകയും ചെയ്യും, ആ കാര്യം എടുത്ത് പറയുകയും ചെയ്യും, അത്ര എനർജറ്റിക് ആണ്. He put those things into words. ഇപ്പോൾ ഭയങ്കര ഒരു വെഹിമെൻ്റ് വോസിഫറസ് സപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞാൽ, എന്തൊരു കാര്യത്തിൻ്റെ വോസിഫറസ് സപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ഐഡിയോളജിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും അത് പുള്ളി പ്രൊക്ലെയിം ചെയ്തുകൊണ്ടും കൂടി ഇരിക്കും.
അത് പുള്ളി ഇപ്പോൾ വെറുതെ ഒരു തിയറിറ്റിക്കലായിട്ട് മാത്രമല്ല, അത് ലിറ്ററലി പുറത്തോട്ട് ഇത് ചെയ്യും, പറയുകയും കൂടി ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് വോസിഫറസ് ഇസ് ഓൾ അബൌട്ട്. വോക്ക് എന്ന വാക്കിൻ്റെ അടുത്ത് തന്നെ സൗണ്ട് റിലേറ്റഡ് ആണ്. സോ വോസിഫറസ് മീൻസ് വെഹിമെന്റ് അല്ലെങ്കിൽ ഔട്ട് സ്പോക്കൺ, നന്നായിട്ട് ഒച്ചയിൽ അത് പറയും. ലൗഡാണ്, ഹിസ് ലൗഡ് എന്ന് പറയില്ലേ. സോ ലൗഡ് എന്ന അർത്ഥം തന്നെ ഇതാണ് അർത്ഥം. ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരു കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു ഘോരം സംസാരിക്കുമെങ്കിൽ യു കൻ സേ ദാറ്റ് പേഴ്സൺ ഇസ് എ ലൗഡ്, ഹിസ് ലൗഡ് എന്ന് പറയുമ്പോൾ എൻ്റെ പോസിറ്റീവ് മാനറിലാണ് നമ്മൾ പറയാം കേട്ടോ. വോസിഫറസ് ആണ്, ഭയങ്കര താല്പര്യത്തോടെ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ യു സേ ദാറ്റ് പേഴ്സൺ ഇസ് വോസിഫറസ്, വെഹിമെന്റ്, ഔട്ട് സ്പോക്കൺ അല്ലെങ്കിൽ ലൗഡ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്, യെസ്. നമുക്ക് നോക്കാം. സെന്റൻസ് ഒന്നുമില്ല പിള്ളേരെ, ഇതെന്താ പറ്റിയേ? അത് ഞാൻ കാണാത്തതാണോ? ലെറ്റ് മീ സി. റിഫ്രഷ് ചെയ്തില്ലായിരുന്നു, സോറി. റിഫ്രഷ് ചെയ്തു, സെന്റൻസ് കണ്ടു, സോറി. ഓക്കെ, സീമിംഗ്ലി ഹീ ഈസ് സാഡ് ബട്ട് ഹീ ഈസ് വെരി ഹാപ്പി. ഓൾ റൈറ്റ്, ഔട്ട്വേർഡ്ലി സാഡ് ആണ്, പക്ഷെ അവൻ വെരി ഹാപ്പിയാണ്. ഗ്രേറ്റ്. ദ മെയിൻ സെറ്റ് ബാക്ക് ഇൻ ഡെമോക്രസി ഈസ് ദ ഡാം റൂൾസ്. അസത്യം. അത് കൊള്ളാം. അതും അനക്രോണിസ്റ്റിക് റൂൾസ് എന്നും കൂടെ പറയണം അല്ലേ. ഈസ് ദ ഡാം അനക്രോണിസ്റ്റിക് റൂൾസ്. ഈ കാലത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത കുറച്ച് റൂൾസ് അല്ലേ ജോ. ദാറ്റ്സ് ഇറ്റ്. ദ വർദ്ധന കിങ് Harshavardhan was insurmountable. All right, great. All right, yes, he is insurmountable. Yes, the family may seem perfect in social media, but they also have many setbacks like every normal family. Great. All right, set. It is seemingly evident that Mr. Putin's army is insurmountable and it poses a threat to Ukraine's. Great. It poses കേട്ടോ. ഇറ്റ് പോസ് പറ്റില്ലായിരുന്നു, ഇറ്റ് സിംഗുലർ അല്ലേ, അപ്പോൾ പോസസ് വേണം, സിംഗുലർ വേർബ് കൊടുക്കുക. ഓൾ റൈറ്റ്. സീമിംഗ് മൂവ്മെന്റ് തോന്നപ്പെടുന്ന ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് സൺ കോസസ് ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്. ഓൾ റൈറ്റ്, ഷൈനി. സീമിംഗ്ലി പീപ്പിൾ കാണ്ട് അൺഅസൈലബിൾ ദ റൂളിംഗ് പാർട്ടി. അത് പറ്റില്ല, കോൺകർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ തന്നെ വാക്കിട്ട് കൊടുക്കണം. കാരണം അൺഅസ്റ്റൈലബിൾ എന്ന് പറയുന്നത് എന്താ വിനുവേ, അത് അഡ്ജക്റ്റീവ് അല്ലേ. അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഇത് മോഡൽ ഓക്സിലറി വേർബ് ഉപയോഗിക്കുക? കാണ്ട് എന്ന മോഡൽ ഓക്സിലറി വേർബ് എപ്പോഴും ഓർക്കണം കേട്ടോ, അതിലൊരു മാറ്റവും ഇല്ല. അത് ഞാൻ എപ്പോഴും തിരുത്തി പറയാണ്. നോക്കിയേ, തിരുത്തി പറയില്ല, എപ്പോഴും ഞാൻ നിങ്ങളെ തിരുത്തും. ബിക്കോസ് മോഡൽ ഓക്സിലറി വേർബിൻ്റെ കൂടെ നിങ്ങൾക്ക് ആകെ പാടെ കൊടുക്കാൻ പറ്റുന്നത് എന്താ? V1 ആണ് വേർബിൻ്റെ ബേസ് ഫോം കേട്ടോ, അല്ലെങ്കിൽ റൂട്ട് ഫോം എന്ന് പറയുന്ന സാധനം. അവിടെ നിങ്ങൾക്ക് V5 പോലും കൊടുക്കാൻ പറ്റില്ല. SES സിംഗുലർ പ്ലൂറൽ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ V2 കൊടുക്കാൻ പറ്റില്ല, V3 കൊടുക്കാൻ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൊടുക്കാൻ പറ്റില്ല, പ്രസന്റ് പാർട്ടിസിപ്പിൾ V4 കൊടുക്കാൻ പറ്റില്ല. നത്തിങ്, ജസ്റ്റ് V1. മറന്നു പോരുത്, മോഡൽ ഓക്സിലറി വേർബിന് ശേഷം V1 മാത്രം. ഒരു അഡ്ജക്റ്റീവോ വേർബിന്റെ തന്നെ ബേസ് ഫോം ഇടാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നൗണോ വേർബോ അഡ്ജക്റ്റീവ് ഒക്കെ ഇടാൻ പറ്റുമോ? നെവർ. സോ റിമെമ്പർ, സീമിംഗ്ലി പീപ്പിൾ കാൺ ക്വസ്റ്റ്യൻ ദ റൂളിംഗ് പാർട്ടി, ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ സെറ്റ് ബാക്ക്. കേട്ടോ, അങ്ങനെ കൊടുക്കണേ വിനു. Doctor prescribed the patients to take sufficient water at regular interim of day. Great. She's always after validation, which makes her sometimes lose. Make എന്ന കോസറ്റീവ് വേർബിന് ശേഷം വരുന്ന വേർബിലെ ഫോർമുലേഷൻ ആണെങ്കിൽ അത് ഇറ്റ് മസ്റ്റ് ബി V1 കേട്ടോ. അനു, she is always after validation, which makes her lose her authenticity sometimes. എന്നിട്ട് സംടൈംസ് അവസാനം ഇട്ട് കൊടുക്കാവുള്ളേ. വിച്ച് മേക്സ് ഹർ ലൂസ്, LOSC ലൂസ്. ഈ ലൂസ് അല്ല, LOSC ലൂസ് ആണ് കേട്ടോ. LOSC ലൂസ് ആണ്. V1 വരുള്ളൂ. ആ V1 വരുന്ന ലൂസ്, ഈ ലൂസ് അല്ല, അത് ലൂസ്. നഷ്ടപ്പെടുക അത് വ്യത്യാസമുണ്ട്, ഓർക്കുക അല്ലേ. മറ്റേ ലൂസ് എന്താ? ഈ ലൂസ് എന്താ? ഫ്രീ ആക്കുക. ഈ ഫ്രീ എന്നുള്ള മീനിങ് ആണ് ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവ് ആണ്, വേർബും ആണ്. ഇവിടെ വേർബായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ലൂസിൻ്റെ അർത്ഥം എന്താ? മിസ് ചെയ്യുക, മിസ് ഓപ്പർച്യൂണിറ്റി, അല്ലെ നഷ്ടപ്പെടുത്തുക, അല്ലെ, അതാണ് ലൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഉദ്ദേശിക്കുന്നു ഈ ലൂസാണ് തോന്നുന്നത്, മിസ് ഓതന്റിസിറ്റി അല്ലേ, നഷ്ടപ്പെടുത്തുക. ദ ബാങ്ക് വിൽ ഗ്രാൻഡ് ദ ലോൺ ഓൺലി ആഫ്റ്റർ വാലിഡേഷൻ പ്രോസസ്. യെസ്. ഇൻ ദ ഫേസ് ഓഫ് സീമിംഗ്ലി അൺസർമൗണ്ടബിൾ ഓഡ്സ്, നെൽസൺ മണ്ടേലാസ് resolute commitment to reconciliation and forgiveness led South Africa to peaceful and negotiated constitutional settlement. Right. Life is a beautiful അത് കറക്റ്റ് ആയിരുന്നു. യെസ്. ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ ഷാമ്പിൾസ് വർത്ത് എക്സ്പ്ലോറിംഗ്. യെസ്, ഇറ്റ് ഈസ് കയോസ് ആണ്. ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ മെസ്. ഗ്രേറ്റ്. ഹെർ മദർ ഓൾവേസ് കോൾസ് ഹർ കീപ്പിംഗ് ഹർ റൂം ഷാമ്പിൾഡ് എവറി ഡേ. ഷാമ്പിൾ ഇസ് നോട്ട് എ വേർബ് അല്ല. അപ്പം ഷാമ്പിൾഡ് പറയരുത് ഫാത്തിമ, അത് പറയൂ. വേറെ മെസ്സി, റൂം മെസ്സി, യു ക്യാൻ സേ മെസ്സി അഡ്ജക്റ്റീവ് ആണെങ്കിൽ. കീപ്പിംഗ് ഇങ്ങനെ കൊടുക്കാം, മെസ്സി എന്ന അഡ്ജക്റ്റീവ് കൊടുക്കാം അവിടെ. ഹർ മദർ ഓൾവേസ് കോൾസ് ഹർ എന്തിനാ?
for keeping her. Her mother always calls her for keeping her. വെറും keeping കൊടുക്കില്ല, for keeping her room messy every day. മൊത്തം കൊളാക്കി അതുകൊണ്ട്. If the government goes like this, soon the situation will be in bind. All right. Next one. TV anchors in India have become vociferous public prosecutors influencing public opinion. All right, yes, they are. The common factor which bind them, not bind. Anu, common factor. Factor ആണ് തൊട്ടുമ്പ് വിച്ചിന്റെ മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണെങ്കിൽ വിച്ചിന് ശേഷം എന്ത് കൊടുക്കണം? ആ സിംഗുലർ വേർബ് തന്നെ കൊടുക്കുക. കാരണം അതിനെ പറ്റിയാണ് പറയുന്നത്. വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ റിലേറ്റീവ് പ്രോനൗൺ. എന്തിനെ ഡെപ്പിക്ട് ചെയ്യാനാ? ആ ഫാക്ടർ എന്ന നൗണിനെ ഡെപ്പിക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് അത് അല്ലേ. അപ്പോൾ വിച്ച് ബൈൻഡ്സ് ദം ഇസ് ദെയർ വോസിഫറസ് നേച്ചർ. Yeah, Edis are often vociferous. Okay, great. His vociferous speech turned out to be controversial. All right. Anekattil Ipachan is vociferous. Ajo kollam. Sri Lankan people are in a bind due to the economic regression. Yes. Vociferous meaning എന്താ വെച്ചാൽ ഒരുപാട് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ആൾക്കാരില്ലേ ഒരു കാര്യത്തെ പറ്റി. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ ഞാനിങ്ങനെ വാതോരാതെ സംസാരിക്കും. ഇപ്പോൾ എഡിറ്റോറിയലിനെ പറ്റി എന്നോട് ചോദിച്ചാൽ ഞാൻ ചടപടാൻ സംസാരിക്കും. അതുപോലെ SSC എക്സാമിനെ ചോദിച്ചാൽ ഞാൻ സെൻട്രൽ എക്സാംസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വാതോരാതെ സംസാരിക്കും. സോ ഐ വിൽ ബി എ vociferous person when I'm talking about editorial or if it is a competitive exam like central government exams. അതാണ്. അപ്പോൾ ആ vociferous എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മനസ്സിലായോ? ഒരുപാട് വാതോരാതെ നമ്മൾ ഒരു കാര്യത്തെ പറ്റി നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് സംസാരിച്ചെങ്കിൽ ദാറ്റ് ഇസ് vociferous. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് വോക്ക് എന്ന വാക്ക് സൗണ്ട് വേർഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ലോ ആൻഡ് ഓർഡർ ഇൻ കേരള shambles with political murders. ഇല്ലില്ല, shambles is not a verb പിള്ളേരെ. It's not a verb, it's a noun and singular noun ആണ്. ഞാൻ പിന്നെയും പറയും ചിപ്പി, you cannot use it as a verb. കേട്ടോ. The validation process leads to another two R. Okay, Pearly Mani is one of the vociferous anchors in Malayalam entertainment industry. Yes, she is. അല്ലേ? Latin American countries is seemingly to be അല്ല is seemingly to be. Is എന്ന വാക്ക് is a stative verb. Stative verb കൂടെ adverb ഉപയോഗിക്കുമോ ഗുരുദാസേ? seemingly അല്ല, is seeming to be strengthening their left spar throughout past years. To be strengthened എന്ന് പറയില്ല, to be strengthening, to be strengthened V1 അല്ലേ? strengthened V1 ആണ്. നീ ഉപയോഗിച്ച ബി കഴിഞ്ഞിട്ട് ഒരിക്കലും V1 ഉപയോഗിക്കരുത് ഗുരുദാസ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്റ്റേറ്റീവ് വെർബിനോട് ഒരിക്കലും അഡ്വേർബ് ഉപയോഗിക്കരുത്. ദാറ്റ് ഇസ് അനദർ തിങ്. കേട്ടോ. KSEB bills post to people through SMS. KSEB bills creator presents to people, post to people. Post is a transitive verb. Post എന്താ? Post what? Post what to people? Post warning to people or post suggestion to people, something like that. അത് കൊടുക്കണം കേട്ടോ. Creating a strong cultural thread which binds all of us irrespective of religion, caste, creed or language. Creating a strong എന്നാലും ചിപ്പിയോട് ഒരു പ്രശ്നമുണ്ട്, സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. Creating a strong cultural thread which binds all of us irrespective of religion, caste, creed or language is essential. Create ചെയ്യുന്നത് essential ആണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ കൊടുക്കുകയാണ് is essential. കേട്ടോ. അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല because we need to complete that sentence അല്ലേ? സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. Unhygienic condition in the hospitals shambles the co-workers. No. ഷമാസെ, shambles is not a verb അല്ല. It's a noun and a singular noun. കേട്ടോ. ഓർക്ക് ഇറ്റ്സ് നോട്ട് എ വേർബ്. പിള്ളേരെ നോക്ക്, ഞാനിവിടെ വെണ്ടയ്ക്കാ മുഴുപ്പിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് നൗൺ. ഒരു മാറ്റമില്ല. എനിക്ക് മാറ്റം ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അപ്പം തിരുത്തിയിട്ട് പറയും പിള്ളേരെ ഇവിടെ എനിക്ക് പറ്റി എവിടെ ഇത് വേർബാണേ എന്ന് കൊടുക്കും. ഇറ്റ്സ് നോട്ട് വേർബ്, ഇറ്റ്സ് എ നൗൺ ആൻഡ് സിംഗുലർ നൗൺ. കേട്ടോ. അതുകൊണ്ട് അവിടെ ഷാമ്പിൾസ് തെറ്റാണ്. യു ക്യാൻ യൂസ് അനദർ വേർഡ്. കേട്ടോ. ഒറിജിനൽ സർട്ടിഫിക്കേഷൻ വാലിഡേഷൻ ഇസ് എ മാൻഡറ്ററി പ്രൊസീജിയർ ഇൻ ആൻ ഇന്റർവ്യൂ. യെസ് ഇറ്റ് ഈസ് അല്ലേ? The Kerala government is planning to give the centuries-old Bastion bungalow in Fort Kochi a makeover and convert it into a world-class museum. Yes. Poster right, the situation was all in shambles. That's great sentence. Yesterday's assembly sections have been shambled. Shambled, disorder ആയി chaos-ലായി നോ ഇല്ല. Shambles is ഇതാണ്, noun ആണ്. You should be vociferous to clinch BPO's careers. All right. Yes. Bye ആരതി. ടേക്ക് കെയർ. പോയി പഠിച്ചോ. നല്ല മിടിക്കായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. ഉഷാറാവട്ടെ.
നിങ്ങൾ ഷാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് സെറ്റാക്കി തരട്ടെ. ഷാമ്പിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ, ഷാമ്പിൾ എന്നുള്ള വേർബ് ഇനി ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ ഐ എം സോറി. ഒരു കാര്യം ഇവിടെ ഞാനൊന്ന്, നിങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, അല്ല ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടേ. ഞാൻ പറഞ്ഞ ഒന്ന് തെറ്റ് തിരുത്തിക്കോട്ടെ പിള്ളേരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഷാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ നൗൺ ആണ്, അതൊന്ന് വെച്ചോ. പക്ഷെ ഷാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിവിടെ എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതി തരാം. ഷാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേർബും ഉണ്ട് കേട്ടോ, വേർബ് ഉണ്ട്. പക്ഷെ ഈ ഷാമ്പിൾ എന്ന് നൗൺ പറയില്ല. അതിൻ്റെ ഷാമ്പിൾ എന്ന് നൗൺ പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങേ വ്യത്യാസമാണ്. ഒരു എന്താ പറയുക, നമ്മുടെ നടപ്പ്, സ്ലോ നടപ്പ്, ആംപിൾ എന്ന് പറയില്ലേ, സ്ലോ ആയിട്ടുള്ള ഒരു നമ്മുടെ നടത്തത്തിന് നമുക്ക് ഷാമ്പിൾ എന്ന് പറയാം. അല്ലാതെ ഷാമ്പിൾസ് എന്ന് പറഞ്ഞാൽ മാത്രമേ കയോസുള്ളൂ. രണ്ട് മീനിങ് ആണേ, സ്ലോ നടപ്പാണേ. അപ്പോൾ അത് ഞാനിവിടെ എഴുതുന്നില്ല, അതിവിടെ ഒന്ന് ഓർത്ത് വെച്ചോ. പക്ഷേ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഷാമ്പിളിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന പോലെ ഷഫിൾ ചെയ്യുക, മൊത്തം ഇങ്ങനെ ചിന്നിച്ചിതറി ഇടുക, ഓക്കെ എന്ന് പറയാം. അല്ലെങ്കിൽ ലംബ, സെയിം അവിടെ ഇവിടെ ചിന്നിച്ചിതറി ഇടുക. അല്ല സോറി ഒരു ഇത് പറയട്ടെ, സോറി. ഷഫിൾ എന്ന് പറയുന്നത് മറ്റേ നമ്മൾ ഡിസോർഡറിൽ ഷഫിൾ ചെയ്യുക എന്നുള്ള അർത്ഥമല്ല കേട്ടോ. അല്ല, നമ്മളിങ്ങനെ പയ്യെ നടക്കുന്നതിന്, വളരെ സ്ലോ ആയിട്ടുള്ള നടത്തത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷാമ്പിൾ എന്ന് പറയുക. വളരെ സ്ലോ ആയിട്ടുള്ള നടത്തം കേട്ടോ, നടക്കുന്നതിനെ വേർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കാവേ. അതിന് ഷഫിൾ ചെയ്യുക. ഷഫിൾ മറ്റേ ഷഫിൾ അല്ല കേട്ടോ. ഞാൻ എന്താ പറയുക, അതിന് കുറച്ചുകൂടെ എളുപ്പത്തില്ല. ഹോബിൾ, മുടന്തി നടക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. മുടന്തി നടക്കുക എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് സ്ലോ ആയിട്ട് നമ്മൾ നടക്കുകയാണ്, ഇനി ഓക്വേർഡ് വേ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ, എന്തുകൊണ്ട് അത്ര സ്ലോ ആയിട്ട് നടക്കുന്നവർക്ക് എന്നെ പറ്റിയ കാലിനും എന്തെങ്കിലും വയ്യേ എന്ന് നമ്മൾ പറയില്ല. അത് ലംബ അല്ലെങ്കിൽ ടോട്ടോ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷാമ്പിൾ എന്ന വാക്ക് ചിതറി ഇടുക എന്നല്ലേ, സ്കാറ്റർ, അവിടെ സ്കാറ്റർ എന്ന് കൊടുത്തോ, അല്ല ഷഫിൾ എന്ന് കൊടുത്തോ, നോട്ട് ഷാമ്പിൾ കൊടുക്കണ്ട കേട്ടോ. ഷാമ്പിൾ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ലോ ആയിട്ടുള്ള നടപ്പ് അല്ലെങ്കിൽ നടത്തുക ഓർ നടത്തം എന്നുള്ള അർത്ഥമാണ്. വേർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കാം. ബട്ട് ഷാമ്പിൾസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്, ഒന്ന് ഓർത്ത് വെച്ചോണേ. അതിന് വേറെ മീനിങ് ആണ്. ഐ നീഡ് യു ടു ഫോക്കസ് ഓൺ ദാറ്റ് ആസ് വെൽ കേട്ടോ, ശ്രദ്ധിക്കണേ. His studies are in shambles. That's great sentence. Our ceremony is in shambles. That is also great sentence. Shambles created due to the introduction of government's Agnipath scheme. Yeah, that is great. Shambles is created. അവിടെ ബിനി കൊടുക്കണേ, അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നല്ലേ. ഷാമ്പിൾസ് അത് ഡിസോർഡർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, മെസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, കയോസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നല്ലേ. അപ്പോൾ ഷാമ്പിൾസ് ഇസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗവൺമെന്റ്സ്. വേർബിൾ പറയാൻ കറക്റ്റാണ്. ഷാമ്പിളുടെ ഷാമ്പിളുടെ ഒരു സിനണിമാണ്, നോട്ട് എ മീനിങ്. ഷാമ്പിളിന്റെ ഇതാണ്, വേർബിന്റെ സിനണിമാണ് ആംപിൾ. യെസ്, ദാറ്റ്സ് റൈറ്റ്. യാ, പക്ഷെ ഒരു ഓക്വേർഡ് നടത്തം, ഒരു സ്ലോ ആയിട്ട് ഒരു ഓക്വേർഡ് നടത്തത്തിനാണ് ഷാമ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ സിനണിമായിട്ട് പറയാം. സ്ലോ നടത്തത്തിന് ആംപിൾ പറയുമായതുകൊണ്ട് യു ക്യാൻ യൂസ് ഇറ്റ്, നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയും പേര് ലൈവിലുണ്ട്, 50+ ലൈവ് വ്യൂവേഴ്സ് ഉണ്ട്, ആൻഡ് ജസ്റ്റ് 22 ലൈക്സ്. ദാറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, എല്ലാവരും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് പിടിച്ചേ ആർഡന്റ്. എന്താണ് ആർഡന്റ് എന്ന അഡ്ജക്റ്റീവ് അറിയാലോ? പാഷനേറ്റ് ആയിട്ടുള്ള, എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള, അവിഡ് അല്ലെങ്കിൽ ഫെർവൻറ്റ്. ഇന്നലെ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ, അതായത് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ക്വിസ് ഇട്ടായിരുന്നു. എത്ര പേര് അറ്റൻഡ് ചെയ്തു? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഞാൻ ഇന്നലെ ഇട്ടത് കൺഫ്യൂസിങ് വേർഡ്സ് ആണ്, ഫില്ലറായിട്ട് ഇട്ടത് കൺഫ്യൂസിങ് വേർഡ്സ് ആണ്. 5 വേർഡ് ഇട്ടുള്ളൂ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വിസസ് അറ്റൻഡ് ചെയ്യാത്തവർ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇതുവരെ ക്വിസസ് അറ്റൻഡ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കാരണം ഈ ക്വിസസിൻ്റെ പ്രത്യേകത ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകണം. ഒറ്റ ദിവസം വിട്ട് കളഞ്ഞിട്ട് പിന്നെ എപ്പോഴും പഠിക്കാൻ നോക്കരുത്. അപ്പോൾ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു, ഫ്രീ ആയിട്ടില്ലേ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെയിലി ക്വിസസിന് കൂടാം. എൻ്റെ ചാനൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചാനൽ ജോയിൻ ചെയ്യാത്തവർ ചാനൽ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു, ജസ്റ്റിസ് ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്നുള്ളതാണ്. അതുപോലെ ഞാൻ പറയുകയാണ്, നമ്മുടെ സെൻട്രൽ എക്സാമിന് വേണ്ടി നമ്മളൊരു ഒഫീഷ്യൽ ചാനൽ തുടങ്ങുന്നുണ്ട്. ഒഫീഷ്യൽ ചാനൽ തുടങ്ങി, ആൻഡ് യു ആർ ഓൾവേസ് വെൽക്കം ടു ജോയിൻ ഇറ്റ്. ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന ലിങ്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിലേക്കുള്ള ലിങ്കാണ്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്വിസസ് എന്നും അറ്റൻഡ് ചെയ്യുക. എവറി ഡേ യു ഹാവ് ടു അറ്റൻഡ് ദ ക്വിസസ് ആൻഡ് പഠിക്കുക. അത് നമ്മുടെ ചാനൽ, എൻ്റെ ചാനൽ ഇംഗ്ലീഷിന് സ്പെസിഫിക് ആയ ചാനലാണ് ഫോർ യു കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചാനലാണ്. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ക്വാൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ക്വാൺട്രി എന്ന് പറഞ്ഞാൽ ഡിലമ, ഒരു കൺഫ്യൂഷൻ, ഡിലമ, ഒരു വല്ലാത്തൊരു അവസ്ഥ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതാണ് ക്വാൺട്രി.
സെയിം സാധനം, പ്രെഡിക്കമെന്റും ക്വാണ്ടറും ഒരേ സാധനമാണ്. ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എന്ന് പറയില്ല അഭിനയ, അതാണ് ക്വാൻട്രി. ഡിലമ, അയ്യോ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് അറിയില്ലാത്തൊരവസ്ഥ, ഒരു വല്ലാതെ പെട്ടിരിക്കുന്ന അവസ്ഥ കേട്ടോ. യാ, സോ ആർഡന്റ് എന്ന വാക്കിന്റെ അർത്ഥം പാഷനേറ്റ്, ആർഡന്റ് സപ്പോർട്ടർ എന്ന് കേട്ടിട്ടില്ലേ? സോ ദാറ്റ് ഇസ് ആർഡന്റ് സപ്പോർട്ടർ, ആർഡന്റ്, പാഷനേറ്റ്, എന്തൂസിയാസ്റ്റിക്, അവിഡ് അല്ലെങ്കിൽ ഫെർവന്റ്. അടുത്ത സ്പിയർ ഹെഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്പിയർ ഹെഡ് പറഞ്ഞു. സ്പിയർ ഹെഡ് മീൻസ് ലീഡർ അല്ലെങ്കിൽ ഫോർ ഫ്രണ്ട്. വേർബായിട്ട് പറയുകയാണെങ്കിൽ ലീഡ് ചെയ്യുക, ഹെഡ് ചെയ്യുക. സ്പിയർ ഹെഡ് എന്ന് പറഞ്ഞാൽ ലീഡർ അല്ലെങ്കിൽ ഫോർ ഫ്രണ്ട് എന്ന നൗണാണ്. അതായത് വാൻഗാർഡ്. സ്പിയർ ഹെഡിന്റെ സിനണിമാണ് വാൻഗാർഡ്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച വാൻഗാർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. VANGUARD, വാൻഗാർഡ്. മുന്നണിയിൽ നിൽക്കുക അല്ലെ, മുൻപന്തി നിൽക്കുക, മുന്നണി നിൽക്കുക, ദാറ്റ് ഇസ് സ്പിയർ ഹെഡ്. ലീഡർ, വാൻഗാർഡ്, ഫോർ ഫ്രണ്ട് എന്നൊക്കെ പറയും. സോ അതിന്റെ വേർബ് ഫോർമുലേഷന്റെ മീനിങ് ലീഡ് ചെയ്യുക, ഹെഡ് ചെയ്യുക. ഇത് നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ദിവസം. അടുത്തത് നോക്കിയേ, ഇമാസിയേഷൻ. ഇമാസിയേഷൻ ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വല്ലാണ്ട് തിന്നായിരിക്കുന്ന അവസ്ഥ, തിന്നസ് അല്ലെങ്കിൽ വീക്ക്നെസ്, വല്ലാണ്ട് വീക്കായിട്ടിരിക്കുന്ന അവസ്ഥ. നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്ന വീക്ക്നെസ് അല്ല കേട്ടോ ഇത്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വീക്ക്നെസ് ഇല്ലേ, നമ്മൾ ആകെ വീക്കായിട്ടിരിക്കുന്ന അവസ്ഥ, ദാറ്റ് ഈസ് ഫ്രജിലിറ്റി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, അതിനെയാണ് ഇമാസിയേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാവേഷൻ. മനസ്സിലായോ? ഫിസിക്കലി നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്കാണ് ഇമാസിയേഷൻ എന്ന് പറയാം. മാറിപ്പോരുതേ. ദാറ്റ് ഈസ് ഇമാസിയേഷൻ. ഓക്കെ, ഓൾ റൈറ്റ്. യാ, അറ്റൻഡ് ചെയ്തല്ലേ? ചെയ്തു, 2 മാർക്ക് കിട്ടുള്ളൂ. കുഴപ്പമില്ല അഭിനയ, നമുക്ക് മൂവ് ചെയ്യാം മുന്നോട്ട്. ചെയ്തു, എനിക്കറിയാം. ഞാൻ പറയട്ടെ, ക്വിസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകണം, അതാണ് എനിക്ക് വേണ്ടത് കേട്ടോ. യെസ്, സാഡിൽ സ്റ്റിച്ചിങ്, സൈഡ് സ്റ്റിച്ചിങ് ആൻഡ് കോയിൽ ബൈൻഡിങ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്ക് ബൈൻഡിങ് മെത്തേഡ്സ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ചിപ്പി പറഞ്ഞത് കണ്ടേ. യെസ് യെസ് യെസ്. ക്വാക്മയർ എന്ന് പറയുന്നത്, ക്വാക്മയറും ഇതുപോലെ തന്നെ ഒരു മീനിങ്ങാ അല്ലേ? എന്താ പറയാ, ഒരു ക്വാക്മയർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, സെയിം മീനിങ് ആണ് അല്ലേ ക്വാക്മയർ? ഇത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. ക്വാക്മയർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയാ, പക്ഷെ അത് ഒരു കാര്യം കൂടെ ഓർക്കണം, ക്വാക്മയറിന് അത് ലിറ്ററലി നമ്മൾ പറയില്ലേ, ഒരു സ്വാമ്പിലാണ്, ചതുപ്പിൽ ചെന്ന് പെട്ടേക്കുവാണെന്ന് പറയില്ലേ, അതാണ് ക്വാക്മയർ. അത് നമ്മൾ കുറച്ചുകൂടെ ഇഡിയമാറ്റിക് എക്സ്പ്രഷനിൽ പറയുമ്പോഴാണ് നമ്മൾ പറയുക മെസ്സ് എന്നൊക്കെ പറയാം. മെസ്സ്, ഇറ്റ്സ് എ മെസ്, ഇറ്റ്സ് എ ഷാമ്പിൾസ് എന്നൊക്കെ പറയാം. പക്ഷെ ക്വാക്മയർ ഒന്ന് ശ്രദ്ധിച്ചോണേ, ക്വാക്മയർ എന്ന വാക്കിന്റെ അർത്ഥം ലിറ്ററലി സ്വാമ്പ് ഇല്ലേ, മയർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വാമ്പ് എന്നാ, ചതുപ്പ്, അതാണ്. അപ്പം അത് ഓർത്തോണം കേട്ടോ, അതിൻ്റെ അർത്ഥം അതാണ്. പക്ഷെ നമ്മൾ അതിനൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് പറയാം മെസ്, ഓ കൊളവായി, കൊളം, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണേ. എവറി സ്പിയർ ഹെഡ് ഈസ് ആർഡൻ ഇൻ ഹിസ് റെലം. യാ, ഷീസ് എൻ ആർഡൻ ബേക്കർ ആൻഡ് ഹെർ സക്സസ്ഫുൾ കരിയർ ഇസ് വാലിഡേഷൻ ഫോർ ദാറ്റ്. ഗ്രേറ്റ്. സ്പിയർ ഹെഡ് വെച്ചൊരു സെന്റൻസ് പറയാമോ? യെസ്, ഞാൻ പറയാലോ. He spearheaded the function. He led the function. അല്ലെങ്കിൽ അതന്നെ he spearheaded the protest എന്ന് പറയാം വേർബായിട്ട്. ഇനി സ്പിയർഹെഡ് എന്ന് പറഞ്ഞാൽ he is the spearhead who hosted the party. മനസ്സിലായോ? സംതിങ് ലൈക്ക് ദാറ്റ്. I was asked to spearhead the college art festival. Great. I was asked to lead. I was asked to head. Great. നോക്കിയേ, സിനാൻ നോക്കിയേ, അനു ഉപയോഗിച്ച സെന്റൻസ് നോക്കിയേ, തൊട്ട് താഴത്തെ സെന്റൻസ് നോക്കിയേ. ഓൾ റൈറ്റ്, യെസ്. അടുത്ത് നോക്കിയേ, റീറ്റെയിൻ. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക, കണ്ടിന്യൂ ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക, ദാറ്റ് ഇസ് റീറ്റെയിൻ. ഒരു കാര്യം ഞാൻ വിട്ടുപോയേ, ഇത് പറഞ്ഞ പ്രവർത്തനം പിള്ളേരെ, ഇമാസിയേഷൻ എന്ന വാക്ക് വരുമ്പോൾ കൺഫ്യൂസിങ് വേർഡായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു വേർഡാണ് ഇമാൻസിപ്പേഷൻ. എന്താണ് ഇമാൻസിപ്പേഷൻ? അറിയാമോ? ഇമാൻസിപ്പേഷൻ എന്ന വാക്ക് അറിയാമോ? ഞാനിത് ഇടണമെന്ന് ഓർത്തു, പിന്നെ ഞാൻ മറന്നുപോയി. ഇമാസിയേഷൻ്റെ കൂടെ ഇമാൻസിപ്പേഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു വാക്കാണ്. ഇമാൻസിപ്പേഷൻ എന്താണെന്നറിയോ? ഇമാൻസിപ്പേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ വിമൻ. ഒരു ബുക്ക് തന്നെയുണ്ട്, ഇമാൻസിപ്പേഷൻ. യു നോ വാട്ട് ഇമാൻസിപ്പേഷൻ ഇസ്? ഇമാസിയേഷൻ പറയുമ്പോൾ ഇമാൻസിപ്പേഷൻ വരും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇതുമായിട്ട് കൺഫ്യൂഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇമാൻസിപ്പേഷൻ മീൻസ് ലിബറേഷൻ, ഫ്രീയിങ്, ഫ്രീഡം. കേട്ടോ, ഓർത്ത് വെച്ചോണ്ടോ. അപ്പോൾ കൺഫ്യൂസിങ് വേർഡ്സ് ഇതിലെല്ലാം വരും, അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ. അടുത്ത പേഴ്സണൽ. പേഴ്സണൽ പറയുമ്പോൾ ഈ പേഴ്സണൽ മാറിപ്പോയത് PERSONAL. പേഴ്സണൽ അത് അഡ്ജക്റ്റീവ് ആണ്, ഇറ്റ്സ് നോട്ട് എ നൗൺ. ബട്ട് മറ്റേത് നൗൺ ആണ്, ഇത് അഡ്ജക്റ്റീവ്. പേഴ്സണൽ. പേഴ്സണൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ പ്രൈവറ്റ് ആണ്, അത് എൻ്റെ മാത്രം സ്വകാര്യത,
ദാറ്റ് ഇസ് പേഴ്സണൽ. സ്വകാര്യമായ, പേഴ്സണൽ അസിസ്റ്റന്റ് എന്നൊക്കെ പറയില്ലേ, പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ പറയില്ല, അതുപോലൊക്കെ. സോ പേഴ്സണൽ. ബട്ട് ദിസ് പേഴ്സണൽ ഇസ് നൗൺ ആൻഡ് അതിൻ്റെ അർത്ഥം സ്റ്റാഫ്, വർക്ക് ഫോഴ്സ്, എംപ്ലോയി എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചു. എംപ്ലോയി, വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് എന്നാണ് പേഴ്സണൽ എന്ന നൗണിൻ്റെ അർത്ഥം. ബട്ട് പേഴ്സണൽ എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം പ്രൈവറ്റ് എന്ന അർത്ഥമാണ് കേട്ടോ. വളരെ പേഴ്സണലായ, ഇൻഫോർമലായ എന്നുള്ള അർത്ഥമൊക്കെ പറയില്ല, പ്രൈവറ്റ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് പേഴ്സണൽ. മറന്നുകൊണ്ട ഓർത്ത് വെച്ചോളാം. ഓക്കെ, യെസ്. പിന്നെ ദ റീസൺ ഫോർ ഹിസ് ഇമാസിയേഷൻ ഈസ് എ മീഗർ കൺസംഷൻ ഓഫ് ഡെയിലി ഇൻടേക്ക്. ഗ്രേറ്റ്, ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. Army personnel are ardent. Yes, they are. You should be an ardent personnel to be a spearhead. Great. Alle? Yes, that's great. That's great sentence. Yes, Vimojanam. Nowadays, I have become an ardent English learner. Rintu is being on its spearhead. Oh, great sentence. I'm honored. Thank you so much, Rajeshwari. Emancipation of slavery. Yes. Emancipation of the rights of the women. ഒരുപാട് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് വന്നപ്പോൾ ഇമാൻസിപ്പേഷൻ എന്ന വാക്ക് ഭയങ്കരമായിട്ട് വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇറ്റ്സ് സോ കോമൺ. സക്സസ് ഈസ് എ റിസൾട്ട് ഓഫ് റീറ്റെയിനിങ് എ പെർസിസ്റ്റന്റ് റുട്ടീൻ. യെസ്, ഇറ്റ് ഈസ് ആണ്. കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ സക്സസ് എത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കിയേ, സൊലൈസ്. യു നോ വാട്ട് സൊലൈസ് ഇസ്. എന്താണ് സൊലൈസ് എന്ന് നോക്കിയേ. സൊലൈസ് എന്ന വാക്കിന്റെ അർത്ഥം കംഫർട്ട് അല്ലെങ്കിൽ കൺസലേഷൻ എന്നാണ്, അല്ലേ? അതാണ് സൊലൈസ്. വേർബായിട്ടും പറയാം അതിനെ. കൺസോൾ ചെയ്യുക, ചിയർ ചെയ്യുക, അല്ലേ? സമാധാനപ്പെടുത്തുക എന്നൊക്കെ പറയും. അതാണ് ഞാൻ നോക്കുമായിരുന്നു എത്ര ഉണ്ട്. ഇനി ഒരു സെറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത് പ്രിസ്റ്റിൻ. പ്രിസ്റ്റീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അൺസ്പോയിൽഡ്, വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട്, ഇമാക്കുലേറ്റ് ആയിട്ട്. ദാറ്റ് മീൻസ് വെരി നീറ്റ് ആൻഡ് ടൈഡി. അതാണ് ഇമാക്കുലേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പോട്ട്ലെസ്. ഇതൊക്കെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. പ്രിസ്റ്റിൻ എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവ് ആണ് അൺസ്പോയിൽഡ്, ഒട്ടും സ്പോയിൽ ചെയ്യപ്പെടാത്ത. ഇമാക്കുലേറ്റ് അല്ലെങ്കിൽ സ്പോട്ട്ലെസ്, അതാണ് പ്രിസ്റ്റിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്പോട്ട്ലെസ് ആണ്, അത്ര ക്ലീൻ ആണ്. ദാറ്റ് മീൻസ് പ്യോർ ആയിട്ടുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള കേട്ടോ. ദാറ്റ് ഈസ് പ്രിസ്റ്റിൻ. ഓക്കെ, അതിന് നമുക്ക് വേറൊരു കാര്യം പറയാം. സീംലെസ്. സീംലെസ് ഓർമ്മയുണ്ടോ? സീംലെസ് ഞാൻ നിങ്ങളെ ഇന്നാള് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വാക്കാണ്. വളരെ എന്താ പറയുക, വളരെ ഇതായിട്ടുള്ള, ഒട്ടും ഇതില്ലാത്തെന്ന് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഇതായിട്ടുള്ള എന്നുള്ളൊരു അർത്ഥം പറയാറുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ സ്പോട്ട്ലെസ് എന്ന വാക്ക് മറക്കണ്ട കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് മീനിങ്. അല്ലെങ്കിൽ അൺസ്പോയിൽഡ് എന്നുള്ളത് രണ്ട് രീതിയിൽ ഓർത്ത് വെച്ചോളൂ. ആൻഡ് ഇമാക്കുലേറ്റ് സെയിം. അടുത്ത റെറ്റിസെന്റ്. റെറ്റിസെന്റ് എന്ന വാക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. റെറ്റിസെന്റ് മീൻസ് വളരെ റിസർവ്ഡ് ആയിട്ടുള്ള, അധികം ഒന്നും സംസാരിക്കില്ല. ഹീസ് എ റെറ്റിസെന്റ് എന്ന് പറഞ്ഞാൽ ഹീസ് എ റെറ്റിസെന്റ് പേഴ്സൺ. റെറ്റിസെന്റ് എന്നല്ല, ഹീസ് എ റെറ്റിസെന്റ് പേഴ്സൺ അല്ലെങ്കിൽ ഹീസ് റെറ്റിസെന്റ്. ഹീസ് റിസർവ്ഡ്, വിഡ്രോൺ, കുറച്ച് മാറിയിരിക്കുന്ന ആളാണ്, കുറച്ചുകൂടി ഇൻട്രോവേർട്ടഡ് ആണ്. ദാറ്റ് ഇസ് റെറ്റിസെന്റ്. അടുത്ത റിറ്റാലിയേറ്റ്. റിറ്റാലിയേറ്റ് എന്നറിയാമല്ലോ, തിരിച്ചടിക്കാം. ഫൈറ്റ് ബാക്ക്, റെസ്പോണ്ട്, റിയാക്ട്, റെസിപ്രൊക്കേറ്റ്. തിരിച്ച് തന്നത് നമ്മൾ തിരിച്ചു കൊടുക്കും. an action has an equal and opposite reaction അല്ലേ? ദാറ്റ് ഈസ് റിറ്റാലിയേഷൻ എന്ന് പറയുമ്പം തിരിച്ചു കൊടുക്കും. നമ്മൾ തന്നതാനും തിരിച്ചു കൊടുക്കും. അടുത്ത അൺകാനി ഇസ് എൻ അഡ്ജക്റ്റീവ്. അൺകാനി മീൻസ് വെരി സ്ട്രേഞ്ച്, അൺനാച്ചുറൽ, ഓഡാണ്. ഓഡായിട്ടുള്ള, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, ഓഡായിട്ടുള്ള, അൺനാച്ചുറൽ. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഇതല്ല. ദാറ്റ് ഈസ് അൺകാനി. ഓർത്ത് വെച്ചിട്ടുണ്ടോ? ദാറ്റ് ഈസ് അൺകാനി. ലെറ്റ്സ് സീ. ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ നിങ്ങളുടെ സെൻറ്റൻസുകളൊക്കെ. യെസ്, ലൈവിലുള്ള എല്ലാവരും ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. അതൊന്ന് ശ്രദ്ധിച്ചേ. ലൈക്ക് ഇട്ടിട്ട് ബുക്കേ. യെസ്, എമാൻസിപ്പേഷൻ പറഞ്ഞായിരുന്നു. യെസ്, ആർമി പേഴ്സണൽ വാസ് ആസ്ക്ഡ് ടു spearhead the war. The army personnel was asked to, singular ആയിട്ടും പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് പേഴ്സണൽ. യെസ്, rather than yelling for emancipation it is always better to earn it. യെസ് ആണ്. അതെ, ഏൺ ചെയ്യണം, അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമായൊരു കാര്യം അത്. ഒരു സെക്കൻഡ്, ഞാൻ ആ കാര്യം ഒന്ന് സെറ്റാക്കി തരാം. എനിക്കൊരു ഡൗട്ട് വന്നു ഇപ്പം. ഞാനൊന്ന് സെറ്റാക്കി തരാം കേട്ടോ. ഈ പേഴ്സണൽ എന്ന വാക്കിനെ പറ്റി ഞാനൊരു കാര്യം പറയട്ടെ. ഈ പേഴ്സണൽ എന്ന വാക്ക് നിങ്ങൾക്ക് അൺകൗണ്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം, കൗണ്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം, അതിൽ സിംഗുലറും പ്ലൂറലും ആയിട്ട് ഉപയോഗിക്കാം. സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. സിംഗുലർ ഐഡന്റിക്കൽ ആണത്, അത് ഓർത്തോണം. ഐഡന്റിക്കൽ, അതിന് സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഐഡന്റിക്കൽ ആയുള്ള കാര്യം ഓർത്തോളാം. ഓക്കെ, മൂവിങ് ഓൺ. നിങ്ങളുടെ സെൻറ്റൻസ് അത് ഞാൻ പറയാൻ വേണ്ടി വന്ന, എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാൽ. ഉദ്ധവ് താക്കറെ, ദ സ്പിയർഹെഡ് ഓഫ് ശിവസേന, ഈസ് ഇൻ എ പ്രെഡിക്കമെന്റ് ഡ്യൂ ടു ദ റിബൽസ് ഇൻ ദ പാർട്ടി. Yes, he is. The ardent protest of Gandhi made him spearhead of the independence movement. Or in ennu vittupoyilla Adarsh, independent movement. Yes,
He is her solace in difficult times. Yes, great. The man's pristine image is strained by the recent scandal. Great. Her dance moves are so pristine. Spotless. Yes, great. പറയാം, സ്പോട്ട്ലെസ് ആണ്, അത്ര നീറ്റാണ്, പറയാം. That's right. Tit for tat retaliation made him stubborn. Great. Kerala has pristine beaches and azure waters. Great. Great. Yes. Mohanlal seems reticent in most of the interviews. All right. Reserved അല്ലേ? All right, great. Let's move. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, 50ഓളം പേര് അല്ലേ, 50+ ലൈവ് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം വാട്ട് ടു ഡു. ഇപ്പോൾ വീഡിയോയിൽ ഉപകാരപ്പെട്ടെങ്കിൽ ഓഫ് കോഴ്സ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ഇറ്റ് ടു മാക്സിമം, മറ്റുള്ളവരോടൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു. ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ തുടങ്ങിയതാണ്, എല്ലാവർക്കും ഓപ്പൺ ആണ്. എനിബഡി യു ക്യാൻ ഷെയർ ടു എനിബഡി. നിങ്ങൾ ഒരു പബ്ലിക് ചാനലാണ്, നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചാനൽ ഓപ്പൺ ആവും, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ക്വിസസ് ഉണ്ട്, ഡെയിലി അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടും എല്ലാ ദിവസവും കേട്ടോ. എല്ലാ ദിവസവും ചോദ്യങ്ങൾ കിട്ടും. അതുപോലെ എൻ്റെ എല്ലാ YT ക്ലാസ്സുകളുടെയും യൂട്യൂബ് ക്ലാസ്സുകളുടെയും നോട്ട്സും ലിങ്കും അതിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. സോ യു ക്യാൻ ലേൺ ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ അടുത്ത നാക്ക്. ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് നാക്ക്. ഹി ഹാസ് എ നാക്ക് അല്ലേ, ഹി ഹാസ് എ ഗിഫ്റ്റ്, ടാലന്റ്, ഫ്ലെയർ, ജീനിയസ് എന്നാണ് നാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്തത് റിപ്ലനിഷ്. റിപ്ലനിഷ് മീൻസ് റീഫിൽ ചെയ്യുക, റീചാർജ് ചെയ്യുക, റീലോഡ് ചെയ്യുക. ദാറ്റ് ഈസ് റിപ്ലനിഷ്. അടുത്തത് വേർഡൻറ്റ്. കേട്ടുണ്ടോ? വേർഡൻറ്റ് നമ്മൾ ഇതുവരെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. വേർഡൻറ്റ് ഇസ് ഗ്രീൻ എന്നാണ് അഡ്ജക്റ്റീവ് ഫോമിൽ. അഡ്ജക്റ്റീവ് ആണ്, ദാറ്റ് മീൻസ് ഗ്രീൻ, വളരെ നല്ല പച്ചപ്പുള്ള, ലീഫി ആയിട്ടുള്ള, നല്ല എന്താണ് പറയുക, ഫുള്ളി ലീഫൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ് ലീഫി, ഗ്രാസി എന്നൊക്കെ പറയാം. ദാറ്റ് ഈസ് വേർഡൻ. വേർഡ് എന്ന് പറഞ്ഞാൽ വളരെ കംപ്ലീറ്റ്ലി അബൌട്ട് നേച്ചർ അങ്ങനെ ഒരു അവസ്ഥയാണ്. ഫുൾ പച്ചപ്പ്, പുല്ല് ഇതൊക്കെ നിറഞ്ഞ അതാണ് ഗ്രീൻ, വേർഡൻ്റ് എന്നർത്ഥം. കാരണം നമ്മൾ വിംബിൾഡൺ ടൂർണമെന്റിനെ പറ്റി പറഞ്ഞു, അപ്പോൾ പിന്നെ എന്തായാലും ഇറ്റ്സ് ഓൾ അബൌട്ട് ഗ്രീൻ അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത പോംപ്. കേട്ടിട്ടുണ്ടാവും പോംപ്. പോംപ് എന്ന് പറഞ്ഞാൽ സെറമണി അല്ലെങ്കിൽ സ്പെക്ടക്കിൾ, വളരെ അടിപൊളി ഡിസ്പ്ലേ, അങ്ങനെ ഒരു കാഴ്ചയാണ്, അങ്ങനെ ഒരു ദൃശ്യമാണ്. ദാറ്റ് ഇസ് സ്പെക്ടക്കിൾ. ദൃശ്യം, ദാറ്റ് ഇസ് സ്പെക്ടക്കിൾ. പോംപ് എന്ന് പറഞ്ഞാൽ അതൊരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ, ദാറ്റ് കാണേണ്ട ദൃശ്യം കേട്ടോ, ദാറ്റ് ഇസ് സ്പെക്ടക്കിൾ. ബട്ട് സ്പെക്ടക്കിൾസ് എന്നൊരു നൗണുണ്ടേ, പ്ലൂറൽ നൗണുണ്ടേ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. സ്പെക്ടക്കിൾസ് ദാറ്റ് ഇസ് പ്ലൂറൽ, എപ്പോഴും പ്ലൂറൽ ആയിരിക്കുന്ന നൗണാണ് സ്പെക്ടക്കിൾസ് എന്ന് പറയുന്ന നൗണ്. അത് ഈ സ്പെക്ടക്കിൾ അല്ല. ദാറ്റ് മീൻസ് നമ്മുടെ കണ്ണട, ഗ്ലാസസ്, അത് പ്ലൂറൽ നൗണാണ് സ്പെക്ടക്കിൾസ്. പക്ഷേ ഈ സ്പെക്ടക്കിൾ ഇസ് ദൃശ്യം, മറന്നു വരുന്നത്. പിന്നെ ഗ്രാൻഡിയർ, അതിൻ്റെ ആ ഒരു ഗംഭീരമായൊരു ലുക്കില്ലേ, അതിനെയാണ് പറയുന്നത് ഗ്രാൻഡിയർ, അല്ലെ സ്പ്ലെൻഡർ എന്നൊക്കെ പറയില്ലേ. ഗ്രാൻഡിയർ, സ്പ്ലെൻഡർ, ഇതൊക്കെ ഈ പറഞ്ഞ സെയിം മീനിങ്. പോംബ്, സെറമണി, സ്പെക്ടക്കിൾ, ഗ്രാൻഡിയർ, സ്പ്ലെൻഡർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതാണ് പോംബ് എന്ന വാക്കിൻ്റെ അർത്ഥം. ആൻഡ് ഹാൻഡ്ഫുൾ. ഹാൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ നിറയുന്ന സാധനത്തിന് ഹാൻഡ്ഫുൾ എന്ന് പറയും. ഇറ്റ്സ് എ ഹാൻഡ്ഫുൾ ഓഫ് വാട്ട് എവർ, പൗഡർ, സംതിങ് ലൈക്ക് ദാറ്റ്. എന്തും ഒരു കയ്യിൽ നിറയുന്ന അത്ര ആണെങ്കിൽ ഹാൻഡ്ഫുൾ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഹാൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കൂടി ഉണ്ട്, ഇൻഫോർമൽ യൂസേജ് ഉണ്ട്. ഇന്നിപ്പോൾ ഹാൻഡ്ഫുൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫോർമൽ യൂസേജ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഹാൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ ന്യൂസൻസ്, അത് ഒരു കൈക്കുണ്ട്, നീ എൻ്റെ അവനെ കൊണ്ട് ഒരു കൈക്കുണ്ട് കേട്ടോ, ഹീസ് എ ന്യൂസൻസ് അല്ലേ, ഹീസ് എ പ്രോബ്ലം, ഹീസ് എ ബോദർ, അവൻ എൻ്റെ ഒരു പ്രശ്നമാണ്, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. ഇപ്പോൾ സ്പ്ലെൻഡറിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞ് എഴുതിയേക്കാം. പോംപസ്, സ്പ്ലെൻഡർ, ഗ്രാൻഡിയർ എന്നുള്ളതൊന്ന് എഴുതിക്കോട്ടെ. DOUR, സ്പ്ലെൻഡർ, ഗ്രാൻഡിയർ, സ്പെക്ടക്കിൾ, സെറിമണി, അതൊക്കെയാണ് പോംപ്. ആൻഡ് ഹാൻഡ്ഫുൾ ഇസ് കേട്ടോ ന്യൂസൻസ്, പ്രോബ്ലം, ബോദർ എന്നൊക്കെയാണ് കേട്ടോ, ഓർത്തിച്ചുള്ള. നോക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ സെൻറ്റൻസുകൾ വന്നിട്ടുണ്ട്. ലെറ്റ് മീ റീഡ് ദാറ്റ് സെൻറ്റൻസ് ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, യെസ്. എവറി ഡാൻസർ എവിടെ എത്തി? every cancer patient, dancer every cancer patient is retaliating to normal life, fighting back to normal life. Yes, some seats are reticent for backward classes. All right, reserved. Great. She is not an uncanny person, it is just she is reticent soul, which makes her retaliate a bit slow, fight back okay. All right, great. About it's in the apostrophe ഇട്ട് കൊടുക്കണം കേട്ടോ അനു, കാരണം it is അതൊന്നും അല്ല, it is just അല്ലേ. She is not an uncanny person, it is just that കൊടുക്കാം, അല്ലെങ്കിൽ that ഇല്ലെങ്കിലും കുഴപ്പമില്ല. She is reticent soul, അത് കൊടുക്കാം.
അല്ലല്ല, അയ്യോ, ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ റിസർവ്ഡ് ആണല്ലോ, ആ തുറന്ന അങ്ങ് വിടും. ഇറ്റ്സ് ലൈക്ക് എ ഓവർഫ്ലോ ഓഫ് സർജ് ഓഫ് അല്ലേ, സർജ് ഓഫ് ലൈഫ് അല്ലെ, അങ്ങയുടെ ലൈഫിനെ പറ്റി കംപ്ലീറ്റ് പറയും തുടക്കം മുതൽ ഒടുക്കം വരെ. ദാറ്റ് വാസ് എൻ അൺകാനി റിറ്റാലിയേഷൻ, ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം അസ്, reticent. ഓൾ റൈറ്റ്, ദാറ്റ് വാസ് ഓക്കെ. ഓൾ റൈറ്റ്. അപ്പോൾ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് എന്ന് കൊടുക്കാം, ദാറ്റ് ഡിഡ്ന്റ് എക്സ്പെക്ട് എന്ന് വരില്ല. അപ്പോൾ അവിടെ ഐ ഡിഡ്ന്റ് ഇൻഫോർമൽ ആയിട്ട് വരുമ്പോൾ വെറും ഡിഡിൻ്റെ കൊടുത്തതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ അവിടെ സബ്ജക്റ്റ് കൊടുക്കാൻ പഠിക്കണ്ട, കോമ കഴിഞ്ഞിട്ട് ഒരു ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് കൊടുക്കണം, ഐ വേണം അവിടെ കേട്ടോ. ആൻഡ് യുവർ ഹോബീസ് റിപ്ലനിഷ് യു. ഓൾ റൈറ്റ്, റീചാർജ് യു. യെസ്. ലിങ്ക് മുഹമ്മദ് സിനാൻ, ലിങ്ക് ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പം തന്നെ ടൈപ്പ് ചെയ്ത് നോക്കിയേ, ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേ, ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേ കിട്ടും കേട്ടോ. ഓപ്പൺ ടെലിഗ്രാം ചാനലാണ്. Rintu Miss has a knack in making English class fun. That's great. Thank you so much. എൻ്റെ പൊക്കി എന്തായാലും സന്തോഷം. Many personal help to retain as a pristine office. Many personal help to retain as a retain a pristine office, spotless office. Retain as വേണ്ട, retain കേട്ടോ. Retain what? Retain a office കേട്ടോ. That's it. Okay? Yeah. Kerala is regarded as burden for North Indians. All right, green. Okay. The gun was replenished. The gun was replenished അല്ല, the gun was replenished. വോസ് കൊടുത്തിട്ടില്ലേ സിനാനെ, അപ്പോൾ വോസ് കഴിഞ്ഞിട്ട്, അതായത് ബി ഫോമുലേഷനാ, ഈസ്, ആം, വോസ്, വേർ, ആറ് ഒക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് V3 ഫോമുലേഷൻ ഉപയോഗിക്കണം പാസീവ് ഫോമുലേഷൻ വരുമ്പോൾ. ഇതിപ്പോൾ ഗണ്ണ് റിപ്ലനിഷ് ചെയ്യപ്പെട്ടു, അതായത് ഇപ്പോൾ സിനാന പറയുന്നെങ്കിൽ സിനാൻ റിപ്ലനിഷ്ഡ് ദ ഗൺ എന്ന് പറഞ്ഞു, അതായത് റീലോഡ് ചെയ്തു, ഗണ്ണ് റീലോഡ് ചെയ്തു, സിനാൻ റീലോഡ് ചെയ്തു. അപ്പം ഞാനതിനെ പാസീവായിട്ട് വരുമ്പോൾ എന്ത് കൊടുക്കും, ദ ഗൺ വാസ് റിപ്ലനിഷ്ഡ് ബൈ സിനാൻ എന്ന് കൊടുക്കില്ലേ. അപ്പം അതാണ് ഇവിടെ വേണ്ടത്, ദ ഗൺ വാസ് റിപ്ലനിഷ്ഡ് വരണം കേട്ടോ. ഓക്കെ, യെസ് അനു, ബൈ, ടേക്ക് കെയർ, ബൈ. ഓൾ റൈറ്റ്, പോയിട്ട് വരും. ഉക്രൈൻസ് റിറ്റാലിയേഷൻ അഗൈൻസ്റ്റ് റഷ്യ മെയ്ഡ് സർപ്രൈസ് അമംഗ് വേൾഡ് കൺട്രീസ്. ഗ്രേറ്റ്. Leo Messi, okay, short, okay, has a knack for scoring goals in international tournaments. Great. Infuse synonyms അല്ലേ മാം? ഇല്ലില്ല, ഇൻഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാന്നല്ല, ഇൻഫ്യൂസ് ചെയ്യാം. ഒരു കാര്യം, റീഫിൽ ചെയ്യുക, റീചാർജ് ചെയ്യുക എന്നൊരു അർത്ഥമില്ല. റിപ്ലനിഷ് സിനോണിം അല്ല. ഇൻഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തർത്ഥം എന്ന് ആലോചിക്കുക, നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇൻഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നല്ലേ, അല്ലേ? അതുമായിട്ട് ഈ ഇതിന് ബന്ധമുണ്ടോ? ഫില്ല് ചെയ്യുക, ഇത് റീഫിൽ ചെയ്യുക, റിപ്ലനിഷ് റീഫിൽ ചെയ്യുക. ഒരു കാര്യത്തിൽ നമ്മൾ റീഫിൽ ചെയ്യുക, ഇൻഫ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഫില്ല് ചെയ്യുക, പെർവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പെർമിറ്റ് ചെയ്യുക എന്നുള്ള പറയും. പക്ഷെ ആ സാധനമല്ല ഇത് റീഫിൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഷമാസ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യ ഹാസ് എ ഹാൻഡ്ഫുൾ ഓഫ് വിമൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. യെസ്. എലൻ മസ്ക് is vociferous about electric automobiles. Yes. The verdant nature around the lake makes me fresh while I go for walking these mornings. Great. After a hiatus of 2 years, gap of 2 years, Thrissur Puram held with അല്ല, Thrissur Puram was held. ആരോ ഹോൾഡ് ചെയ്തു എന്നല്ലേ. അപ്പം എങ്ങനെ വരണം ചിപ്പി? was held. Thrissur Puram was held by, was held with traditional pomp. കേട്ടോ. The knack of Sachin Tendulkar in batting is unassailable. Okay, Rintu Ma'am's editorial sessions replenish scanty confidence in aspirants. Great. അപ്പം സ്കാൻഡി കോൺഫിഡൻസ് ഞാൻ ഇത് ചെയ്തല്ലേ, ദാറ്റ്സ് ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. റെസ്റ്റോറൻറ്റ് ഇസ് എ ഗ്രീനി പോംബ് ആൻഡ് ഇറ്റ് വിൽ റിറ്റെയിൻ pristine. Pristine what? It will retain pristine what? Pristine adjective ആണ്. സ്പോട്ട്ലെസ്, pristine എന്ത്, എൻവയൺമെന്റ്, ആംബിയൻസ്, എങ്ങനെ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ. പാർവതി, pristine adjective ആണ്. അപ്പോൾ റിറ്റെയിൻ ചെയ്യുന്നു, റിറ്റെയിൻ കഴിഞ്ഞിട്ട് വേർബ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വേണം. ആ ഒബ്ജക്റ്റ് ഇവിടെ ഇല്ല, അഡ്ജക്റ്റീവായിട്ട് നിൽക്കും അത്. ആ റിറ്റെയിൻ വാട്ട്, റിറ്റെയിൻ pristine environment, ambience എന്താ വെച്ചാൽ കൊടുക്കുക, ഒബ്ജക്റ്റ് കൊടുക്കുക കേട്ടോ. സോ മൂവിങ് ഓൺ ടു നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകണം പിള്ളേരെ. അപ്പോൾ സുപ്രീം കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാച്ച് സ്റ്റോറിലുണ്ട്, നിങ്ങൾ പോയി കോഴ്സ് പർച്ചേസ് ചെയ്യുക. 3400 രൂപയാണ് കോഴ്സ് ഫീ. നിങ്ങൾ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പ്രൈസിൽ കിട്ടും. 4000 രൂപയാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോറിൽ കിടക്കുക. ബട്ട് 15% ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ കോഡിൽ. ജൂലൈ 5 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് എല്ലാം കവർ ചെയ്യാണ്. സുപ്രീം കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആൻഡ് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ജൂലൈ 10 വരെയാണ് സമയമുള്ളത് അപ്ലൈ ചെയ്യാനുള്ള ദിവസം. ആൻഡ് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം 210 വേക്കൻസീസ് ഉണ്ട് പിള്ളേരെ. ഇപ്പോൾ കഴിഞ്ഞ തവണ SSC എക്സാം അറ്റൻഡ് ചെയ്ത SSC MTSും CGLും CHSL ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് തന്നെ നല്ല ഓപ്പർച്യൂണിറ്റി. കാരണം 10 ലക്ഷം വേക്കൻസി പറഞ്ഞാൽ 70,000 വേക്കൻസി പറഞ്ഞില്ല. ഇപ്പോൾ എഴുതിയവർക്കും ഇനി എഴുതാൻ പോകുന്നവർക്കും അത് അപ്ലിക്കബിൾ ആണ്. അതാണ് ഈ ഒരു SSCയുടെ ഒരു പ്രത്യേകത. അതുപോലെയാണ് ഇനി വരാൻ പോകുന്ന എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാം വേക്കൻസീസും. അപ്പോൾ ഇത് കോർട്ട് അസിസ്റ്റന്റ് വേക്കൻസിയാണ്.
നിങ്ങൾക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം 2017 കഴിഞ്ഞവണ് വിളിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾ വെച്ച് താമസിപ്പിക്കാതെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ SSC ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ ജൂലൈ 1. ഇനിയും അമാന്തിച്ച് നിൽക്കരുത്, വരിക, ജോയിൻ ചെയ്യുക. അടിപൊളി ഒരു കോഴ്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ കേട്ടോ. അപ്പം നമ്മൾ ഒരു ലോങ് കോഴ്സാണ്, 5 മാസമുണ്ട്. എല്ലാ ദിവസവും ഇല്ല, മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ്. ബാക്കിയുള്ള ദിവസങ്ങൾ പ്രാക്ടീസ് ഉള്ള സമയം കിട്ടും. റിഗറസ് ആയിട്ട് പഠിച്ചു പോകാം. SSCക്ക് വേണ്ടി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും പ്രിപ്പയർ ആകാം കേട്ടോ. സോ കം ആൻഡ് ജോയിൻ അവർ അസ്ട്ര ബാച്ച്, SSC ബാച്ച് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇതിലോട്ട് പോവാം. ഇന്ററിം സിഗ്നൽസ്. ഇന്നത്തെ ആർട്ടിക്കിൾ ടൈറ്റിൽ നോക്കുക, ഇന്ററിം സിഗ്നൽസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ ഇന്റർവെൽ ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടെമ്പററി സിഗ്നൽസ് ആണ്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഇസ് ഇന്ററിം സിഗ്നൽസ് എന്ന് നോക്കാം കേട്ടോ. Yes, replenishing of deionized water is essential for poised water working of inverter. Okay, balance working. All right. Pomp rave alla, rave party alle, allalla. Rave party alle Shamase, pomp rave alla. Idam Cafe is famous for its palpable pastries as well as urban environment. All right. Okay, great. അപ്പോൾ പിള്ളേരെ നമുക്ക് സംഭവം ഉഷാറല്ലേ? നമുക്ക് വേഗം ആർട്ടിക്കിളോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ലൈവിലുള്ള എല്ലാ കുട്ടികളും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ ടെലിഗ്രാം ചാനൽ ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്നാണ്. അതുകൂടെ നമുക്ക് സെൻട്രൽ എക്സാംസിന് വേണ്ടി ഒരു പുതിയ ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയുള്ള ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷൻ, എക്സാം റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസും അതിനനുബന്ധിച്ചുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പ്രത്യേകത ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷിന് വേണ്ടി ഡെയിലി ക്വസസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളുടെയൊക്കെ വീഡിയോൻ്റെ ലിങ്കും നോട്ട്സും ഞാനിതിൽ അയച്ചു തരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് വേണ്ടേ? അപ്പോൾ ഡെയിലി അയച്ചു തരും ഞാൻ. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ. സമയം പോകണ്ട. ദ ഇൻട്രിം വെറും interim signals. The BJP is posing a seemingly unsurmountable challenge to a fragmented opposition. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ വായിച്ചു, നമ്മുടെ ഒപ്പോസിഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഒപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ ഫ്രാഗ്മെന്റഡ് ആണ്. മൊത്തം അല്ലേ, ആകപ്പാടെ പൊളിഞ്ഞു കിടക്കുന്നൊരിടത്ത്. ഫ്രാഗ്മെന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചിന്നി പിന്നി കിടക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രാഗ്മെന്റഡ്, സെപ്പറേറ്റഡ്, ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷനാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് അല്ല ഒട്ടും ഒപ്പോസിഷൻ. അപ്പോൾ BJP is posing a seemingly insurmountable challenge. അപ്പോൾ ഇൻസർമൗണ്ടബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ നോക്കിയേ, ഇൻവിൻസിബിൾ ചാലഞ്ച് ആണ്. ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല മക്കളെ, അല്ലേ, ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് BJP പോസ് ചെയ്യുന്നത്. ക്രിയേറ്റിംഗ്, പ്രസന്റിങ് കേട്ടോ, പോസിങ്, പ്രസന്റിങ് എന്നർത്ഥം. സീമിംഗ്ലി, ഔട്ട്വേർഡ്ലി കേട്ടോ, ഔട്ട്വേർഡ്ലി, അപ്പാരന്റ്ലി, ഇൻവിൻസിബിൾ ചാലഞ്ച് ടു എ ഫ്രാഗ്മെന്റഡ് ഒപ്പോസിഷൻ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, യെസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, എല്ലാവരും മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ടേ, നമുക്ക് അങ്ങ് ഉഷാറാവട്ടെ. കമന്റ് ബോക്സിൽ നിങ്ങളുടെ തംസ് അപ്പ് നിറയട്ടെ പിള്ളേരെ. ഓക്കെ, യാ, യെസ്. ദ ഔട്ട്കംസ് ഇൻ 3 ലോക്സഭ constituencies. The water tank replenished by Roshan. The water tank replenished by Roshan അല്ല മുഹമ്മദ് സിനാൻ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ. The water tank is replenished by Roshan. Roshan അല്ലേ നിറച്ചത്, അപ്പോൾ is replenished, അവിടെ പാസീവ് വോയിസ് വേണം കേട്ടോ. is replenished by ഇത് വേണം, റോഷൻ വരണം. The outcomes in 3 Lok Sabha constituencies, 1 in Punjab and 2 in Uttar Pradesh, make significant political points unusual for such routine by polls. AAP faced a major setback in Punjab as it lost its bastion Sangarur, which was vacated by Chief Minister Bhagwant Mann, who had won it in 2014 and 2019. The party's assembly victory in Punjab was seen as a validation of its national ambitions, but Sunday's setback must serve as a reality check. If anything, AAP's performance in Punjab in the last 3 months, far from proving its capacity to be a national party, has only raised several questions. As it turned out, the opposition. അപ്പോൾ നമ്മൾ പറയുകയാണ് 3 ലോക്സഭ ഇലക്ഷൻ്റെ ഔട്ട്കം ആയിട്ട് റിസൾട്ട്സ് വന്നതിന് ശേഷം, അതായത് 3 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ഇലക്ഷൻ അല്ല, കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ റിസൾട്ടിൻ്റെ ഔട്ട്കം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്ന് പഞ്ചാബിൽ, ഒന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ പഞ്ചാബിൽ അല്ലേ, 2 ഉത്തർപ്രദേശിൽ,
എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച അവിടെ നിന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. നമ്മുടെ പൊളിറ്റിക്കൽ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. 2 ഉത്തർപ്രദേശിലുണ്ട്, 1 പഞ്ചാബിലും. നോക്കുമ്പോൾ ഇതാണ് 3 അല്ലെ, ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ എടുക്കുകയാണെങ്കിൽ ശരിക്കൊരു നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പൊളിറ്റിക്കൽ പോയിന്റ്സ് മേക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ സാധാരണ for such routine bypolls, പക്ഷേ സാധാരണ പോലെയല്ല. ഇറ്റ് ഈസ് അൺയൂഷ്വൽ ആണ്. സാധാരണ യൂഷ്വലി നടക്കുന്ന കാര്യം പോലെയല്ല. നോക്കിയേ, കാരണം AAPയെ സംബന്ധിച്ചോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം വളരെ ഒരു എന്താ പറയുക, ഒരു മേജർ സെറ്റ് ബാക്ക്, മേജർ ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പഞ്ചാബിൽ. കാരണം അവരുടെ സ്ട്രോങ് ഹോൾഡ് സാംഗ്രൂറിൽ അവരുടെ സ്ട്രോങ് ഹോൾഡ് നഷ്ടപ്പെട്ടു. പഞ്ചാബ് ആൻഡ് ഇറ്റ് ലോസ്റ്റ് ഇറ്റ് സാംഗ്രൂർ. പഞ്ചാബിലെ ഒരു ഇതാണ്, പ്ലേസ് ആണ് അല്ലെ സാംഗ്രൂർ. ബാസ്റ്റ്യൻ, അവരുടെ സ്ട്രോങ് ഹോൾഡ് റാംപാർട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വിച്ച് വാസ് വെക്കേറ്റഡ് ബൈ, അത് വെക്കേറ്റ് ചെയ്തു ആര്? ചീഫ് മിനിസ്റ്ററായ ഭാഗവത് മാൻ. അയാളത് 2014-2019 എന്ത് ചെയ്തത്, നേടിയെടുത്തിരുന്നത്. അത് പുള്ളി വെക്കേറ്റ് ചെയ്തു, പുള്ളി ലീവ് ചെയ്തു. അപ്പം പാർട്ടിയുടെ അസംബ്ലി വിക്ടറി, പഞ്ചാബിലെ അസംബ്ലി വിക്ടറി എന്ന് പറയുന്നത് ഒരു വാലിഡേഷൻ, ഇറ്റ്സ് എ പ്രൂഫ്. അവിടെ നമുക്കൊരു പ്രൂഫ് കാണാൻ പറ്റും, ഒരു വാലിഡേഷൻ, ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട് അതിൻ്റെ നാഷണൽ അംബീഷൻസ്. ബട്ട് സൺഡേയുടെ ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം, പക്ഷേ സൺഡേയിലെ സെറ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ശരിക്കും ഒരു റിയാലിറ്റി ചെക്ക് തന്നെയാണ് സൺഡേയിൽ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ. കാരണം ആം ആദ്മി പാർട്ടിയുടെ പെർഫോമൻസ് പഞ്ചാബിലെ നമ്മൾ ലാസ്റ്റ് 3 months ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കപ്പാസിറ്റിയെക്കാളും ഇതായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു നാഷണൽ പാർട്ടിയായിട്ട് പറ്റുമോ, അതിന് ആം ആദ്മി പാർട്ടി ഒരു നാഷണൽ പാർട്ടിയായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് അത് പറയുമ്പോൾ. പക്ഷേ സൺഡേ അതുവരെ നമ്മൾ ആം ആദ്മി പാർട്ടിക്ക് പറ്റും, കാരണം ഇത് ആം ആദ്മി പാർട്ടിക്ക് കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ സൺഡേയിലെ സെറ്റ് ബാക്ക് വന്നപ്പോൾ ഇറ്റ്സ് റേസിംഗ് another സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻസ് വേറെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം ഇത് റിസൾട്ട് ചെയ്ത് എന്താ വെച്ചാൽ, ആസ് ഇറ്റ് ടേൺസ് ഔട്ട്, ഇത് റിസൾട്ടഡ് ലൈക്ക് ദ ഒപ്പോസിഷൻ പാർട്ടി, ദ ശിരോമണി അകാലി ദൾ SAD, Amritsar, the Congress and the BJP, all fighting separately, made the point on the gap between AAP's promise and delivery and between its claims and capacity. In Punjab, a state with its finances in a shambles and its bureaucracy and the police a law unto themselves, the inexperienced band of activists that came to power is caught in a bind. Mr. Mann also faces the charge of being remote controlled from Delhi by party chief Arvind Kejriwal. The winner, Simranjit Singh, man of the sad Amritsar, made Sangrur as significant as the loser did. He is a vociferous supporter of Khalistan and an ardent follower of Bhindranwale, who spearheaded the violent terrorist separatism of 1980s. His victory and നോക്കിയ പിള്ളേരെ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നോക്കിയേ, ഒപ്പോസിഷനായിട്ട് നമുക്ക് അറിയാവുന്ന പാർട്ടീസാണ്. ശിരോമണി അകാലി ദൾ SAD ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് പറയുമ്പോൾ ഒപ്പോസിഷൻ എല്ലാം എടുത്ത് പറഞ്ഞു, ഓരോരുത്തരും എടുത്ത് പറയുകയാണ്. പിന്നെ അമൃത്സറിലുള്ളൊരു സാഡ് ഉണ്ട്, ആൻഡ് കോൺഗ്രസ്, പിന്നെ BJP. ഇതാണല്ലോ AAPയുടെ ഒപ്പോസിഷനായിട്ട് വരുന്ന മറ്റു പാർട്ടികൾ. ഇവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തു അല്ലേ, എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തു. അവിടെ ഒരു പോയിന്റ്, ഇവിടെ നമുക്ക് മെയ്ഡ് ദ പോയിന്റ്, അവിടെ അവർ മേക്ക് ചെയ്ത പോയിന്റ് ഇതാണ്, ദറ്റ്സ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ AAPയുടെ പ്രോമിസസ് ആൻഡ് ഡെലിവറി. പറഞ്ഞ പ്രോമിസും ഡെലിവറിയും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ. കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി അതായത് അതിന്റെ ക്ലെയിമും കപ്പാസിറ്റി, ഇവർ ക്ലെയിം ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ദെയർ അലിഗേഷൻസ്. പക്ഷെ അവരുടെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരുന്നു സൺഡേയിൽ. കാരണം പഞ്ചാബിൽ, അതായത് ഒരു സ്റ്റേറ്റ് ആണ് ഇത്. പഞ്ചാബ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ പ്രത്യേകത വെച്ചാൽ, നിങ്ങൾ ഉടുത്ത പഞ്ചാബൊക്കെ കണ്ടാണ്. പഞ്ചാബിലെ അവസ്ഥ വളരെ ഡ്രഗ് അബ്യൂസും അങ്ങനെ കുറേ കാര്യങ്ങൾ ആയിട്ട് നിൽക്കുന്നൊരു ഏരിയ ആണ് പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബിന്റെ ഫിനാൻസ് വളരെ ഒരു മെസ്സിയാണ്, ഇറ്റ്സ് എൻ എ ഡിസോർഡർ, ഇൻ എ ഷാംബിൾസ് പഞ്ചാബിന്റെ അവസ്ഥ. മാത്രമല്ല അതിന്റെ ബ്യൂറോക്രസിയും പറയത്തക്ക നല്ലൊരു മോശമായ അവസ്ഥ തന്നെ നിൽക്കുന്നത്. ആൻഡ് പോലീസിന്റെ കാര്യം എന്താ, പോലീസ് അവരുടെ രീതിയിൽ തന്നെയാണ് ലോ ആൻഡ് ഓർഡർ പോലീസിന്റെ കാര്യത്തിൽ അവർ തോന്നുന്ന പോലെ, പോലീസിന് തോന്നുന്നതാണ് അവരുടെ ലോ, അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു പഞ്ചാബിലേക്ക് ഇൻഎക്സ്പീരിയൻസ് ബാൻഡ് ഓഫ് ആക്ടിവിസ്റ്റ് വരുന്നു. കുറച്ച് ആക്ടിവിസ്റ്റുകൾ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിസ്റ്റുകൾ വന്നിട്ട് പവറിലോട്ട് വരുമ്പോൾ അതൊരു വല്ലാത്തൊരു പ്രതിസന്ധി, ഇറ്റ്സ് എൻ എ പ്രെഡിക്കമെന്റ്, അത് കോട്ട് ഇൻ എ പ്രെഡിക്കമെന്റ്. അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പെട്ടു. അതാണ് ഈ ആം ആദ്മി പാർട്ടിയെ പറ്റി പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ, ഈ വന്ന നമ്മുടെ മാനും
കാരണം വെച്ചാൽ ഇയാൾ ഇസ് റിമോട്ട് കൺട്രോൾ ബൈ ഡൽഹിയുടെ പാർട്ടി ചീഫായ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു നിലപാട് പുള്ളി എടുക്കാറില്ല. പുള്ളി എപ്പോഴും എന്താണ് പാർട്ടിയുടെ നിലപാട് അത് ഞാൻ നോക്കി ചെയ്യാം, അല്ലാതെ പുള്ളിയായിട്ടൊരു തീരുമാനം എടുക്കുന്ന ഒരു രീതിയിലോട്ട് അത് വരുന്നില്ല. സോ ഇപ്പൊ വിന്നറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ സിമ്രാൻജിത് സിംഗ് മാൻ ആണ്. അങ്ങനെ പറ്റി എടുക്കുവാണെങ്കിൽ നോക്കുക, അയാളിപ്പോൾ അമൃത്സറിലെ നമ്മുടെ എന്താണ് ശിരോമണി അകാലിദൾ സാഡിൻ അമൃത്സറിലാണ്. അപ്പൊ ഇയാള് ഒരു ഇയാൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആക്കി തന്നെ എടുത്തു പറയുവാണ്. ഇയാളെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം വെച്ചാൽ ഇയാളും ലൂസറിനെ പോലെ തന്നെ അത്യാവശ്യം നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ബിക്കോസ് ഹീസ് എ വോസിഫറസ് സപ്പോർട്ടർ. ഇയാൾ ഭയങ്കര വാചോറാതെ സംസാരിക്കും, വളരെ വെഹിമെന്റ് ആയിട്ട് സംസാരിക്കും. എന്തിനെ പറ്റി പറഞ്ഞുതരാം, ടെററിസ്റ്റ് സെപ്പറേറ്റിസത്തെ പറ്റി. അങ്ങനെ ഒരു കാര്യത്തിന്റെ സപ്പോർട്ടറാണ് ഇയാൾ. കാരണം പറഞ്ഞു വരുമ്പോൾ ഒരു നല്ലൊരു ലീഡർ അല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇൻകോമ്പിറ്റൻസിയെ പറ്റി ഇവിടെ എടുത്ത് പറയാണ് കേട്ടോ. കാരണം ഖലിസ്ഥാന്റെ സപ്പോർട്ടറാണ്, അതുപോലെ ആർഡൻ ഫോളോവർ ആണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ബിദ്രൻ വാലെ. അപ്പോൾ ബിദ്രൻ വാലെ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യുന്നതാണ് വയലന്റ് ആയിട്ടുള്ള സെപ്പറേറ്റിസ്റ്റ് ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിന് 1980s അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണിത്. അപ്പോൾ അയാളുടെ വിക്ടറി ആൻഡ് ദ കംപ്ലീറ്റ് ഇമാസിയേഷൻ ഓഫ് ദ കോൺഗ്രസ്. അയാളുടെ വിക്ടറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ ഒരു സ്റ്റാർവേഷൻ ഇവിടെ കാണിച്ചു തരുവാണ്. സ്റ്റാർവേഷൻ, വീക്ക്നെസ് ഓർ സ്റ്റാർവേഷൻ, എന്താ പറയുക, ഇല്ലായ്മ എന്ന് പറയില്ലേ, ദാരിദ്ര്യം എന്ന് പറയില്ലേ, അത് കംപ്ലീറ്റ് സ്റ്റാർവേഷൻ ഓഫ് ദ കോൺഗ്രസ്, ദ സാഡ് ആൻഡ് ദ BJP സിഗ്നൽസ് എ ഡേഞ്ചറസ് ക്രോസ് റോഡ്സ് പഞ്ചാബ് ഇസ് അറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ജങ്ക്ചർ, ഒരു ക്രിട്ടിക്കൽ പോയിന്റിലാണ്. ക്രോസ് റോഡ്സ് അറിയാലോ, ജങ്ക്ചർ, ഒരു ജംഗ്ഷനിലാണ് പഞ്ചാബ് ഇപ്പൊ എത്തി നിൽക്കണേ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പഞ്ചാബിന്റെ അവസ്ഥ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടിൽ ആണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കിയേ അടുത്ത പാരഗ്രാഫിലോട്ട് നമുക്ക് പോവാം. In UP, the BJP's victories in Rampur and Azamgarh prove the continuing potency of the party in the heartland. Azamgarh was vacated by SP Chief Akhilesh Yadav, who chose to retain the assembly seat that he won while the party lost a second consecutive time. Rampur was vacated by senior party leader Azam Khan, who will retain his assembly seat. That such strongholds have slipped out of its hands is further proof that SP's hopes of a return in UP may be unrealistic and its style, character and personal are unacceptable to large sections of the voters. അപ്പോൾ ഇവിടെ UP അവസ്ഥയിലോട്ട് എടുത്ത് പറയാം. ഇപ്പൊ നമ്മൾ പഞ്ചാബിലെ കണ്ടു, ഇനി UP അവസ്ഥ എടുത്ത് പറയുകയാണെങ്കിൽ UP നമുക്ക് കാണാൻ പറ്റും BJPയുടെ വിക്ടറി നമുക്ക് ഇവിടെ കാണാൻ പറ്റും UP കേട്ടോ. അപ്പൊ അവിടെ എടുത്ത് പറയുകയാണെങ്കിൽ BJPയുടെ വിക്ടറി റാംപൂരിലും അസംഗറിലും വിക്ടറി വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലാവും, പാർട്ടിക്ക് എത്ര ഹോൾഡ് ഉണ്ട്, പാർട്ടി എത്ര കേപ്പബിലിറ്റി, പാർട്ടിയുടെ പൊട്ടൻസി, കേപ്പബിലിറ്റി, കപ്പാസിറ്റി, പാർട്ടിയുടെ കേപ്പബിലിറ്റി ഇൻ ദ ഹാർട്ട്ലൈൻ, അതായത് UP എന്നുള്ള ഹൃദയഭാഗത്തിന് ഉള്ള ഒരു BJPയുടെ ഒരു സ്ട്രോങ് ഹോൾഡ്, ആ ഒരു പവർ, കപ്പാസിറ്റി എന്തോരാന്ന് ഇവിടെ കാണാൻ പറ്റും. അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ചീഫ് SPയുടെ ചീഫായിട്ടുള്ള അഖിലേഷ് യാദവ് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തപ്പോൾ പുള്ളിയാണ് മാറി, പുതിയ ആൾ വന്നു അല്ലേ. അതുപോലെ തന്നെ അവിടെ പുള്ളി ട്രൈ ടു റീറ്റെയിൻ ദ അസംബ്ലി സീറ്റ്. ഒരുപാട് തവണ നോക്കി, സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ടൈമിൽ റീറ്റെയിൻ ചെയ്ത ആളാണ്, പക്ഷെ ഇത്തവണ പറ്റിയില്ല. അതുപോലെ റാംപൂരിലോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അസംഗറിൽ അതാണ് അവസ്ഥ. റാംപൂരിലോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ സീനിയർ പാർട്ടി ലീഡറായ അസം ഖാൻ ആയിരുന്നു, പക്ഷെ പുള്ളി ഇനിയിപ്പോൾ അസംബ്ലി സീറ്റ് റീറ്റെയിൻ ചെയ്യില്ല. പുള്ളി അസംബ്ലി സീറ്റ് റീറ്റെയിൻ ചെയ്യും, പക്ഷേ BJP അത് കൊണ്ടുപോയി. അതാണ് അവിടുത്തെ അവസ്ഥ. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു സ്ട്രോങ് ഹോൾഡ് നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ പറയാൻ പറ്റും എസ്പിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചാൻസ് ഇല്ല, അത് അൺറിയലിസ്റ്റിക്കാണ്. ഇനി തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ പറയാം. അപ്പോൾ BJPയുടെ സ്ഥലമാക്കി മാറ്റി. കാരണം അവിടെയുള്ള വോട്ടേഴ്സിൻ്റെ അവിടുത്തെ ഇയാളുടെ വർക്കിംഗ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ പറയുന്ന SPയുടെ വർക്കിംഗ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് അവിടുത്തെ ഉള്ള പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു പ്രവർത്തനമൊന്നും ഇവിടുത്തെ വോട്ടേഴ്സിന് ശരിക്കും ലാർജ് സെക്ഷൻസ് ഓഫ് ദ വോട്ടേഴ്സിന് അക്സെപ്റ്റബിൾ അല്ല, അൺഅക്സെപ്റ്റബിൾ. അത് നമുക്ക് ഇവിടുത്തെ ഇതിൽ കാണാൻ പറ്റും. While the UP results makes the BJP's position unassailable, they also open new possibilities in opposition space as the SP's slide continues. അപ്പോൾ okay, in the Admakur Assembly segment in Andhra Pradesh, Chief Minister Jagan Mohan Reddy's YSRCP scores an impressive victory, while a victory each in Tripura and Jharkhand made the day for the Congress. The CPIM continued to sink in Tripura, its former stronghold. In Delhi, AAP retained the Rajendra Nagar Assembly seat,
But that is little solace for the party that lost its representation in the Lok Sabha entirely. Overall, the bipolar outcomes underscore the continuing dominance of the BJP and the continuing inability of the opposition to rise to the challenge. അപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു പ്രതിസന്ധി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വേറെ ഓപ്പോസിഷൻ ഒട്ടും സ്ട്രോങ് അല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം യു പിയിൽ നിങ്ങൾ കേസ് എടുക്കുകയാണെങ്കിൽ, റിസൾട്ട്സ് യു പിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും BJPയുടെ പൊസിഷൻ ഈസ് അൺഅസെയിലബിൾ. ഇനി ആർക്കും BJP ഈസ് ഇൻവിൻസിബിൾ എന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും യു പിയിൽ കേട്ടോ. ആൻഡ് ദർ ഇസ് ഓൾസോ അവിടെ നമുക്ക് ഒന്നും കൂടി പറയാം, അവർ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷൻ സ്പേസിൽ. അതായത് നമ്മുടെ SP സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യുന്നിടത്ത്, അവിടെ സ്ലൈഡ് ചെയ്യുന്നിടത്ത് SP എവിടെയാണോ സ്ലൈഡ് ചെയ്യുന്നത് അവിടെയൊക്കെ അവർക്കൊരു സ്ട്രോങ് ഹോൾഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് BJPക്ക് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ആത്മകൂർ അസംബ്ലിയിൽ നോക്കുവാണെങ്കിൽ അവിടെ ആന്ധ്രാപ്രദേശിൽ അവിടേക്ക് വരുവാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ആത്മകൂർ അസംബ്ലിയിൽ എടുക്കുവാണെങ്കിൽ ചീഫ് മിനിസ്റ്ററായ ജഗൻമോഹൻ റെഡ്ഡി, ഇത് ഓൾറെഡി BJPയുടെ അലയൻസ് ആണ് അല്ലേ, RCP അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, അവർ സപ്പോർട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് BJPയോട്. അപ്പോൾ അവരുടെ വിക്ടറി വല്ലായിട്ട് നമുക്ക് വരാൻ പറ്റും. എന്നാൽ അതേസമയം ത്രിപുര ജാർഖണ്ഡ് ഭാഗത്തിൽ കോൺഗ്രസിന്റെ ഒരു വിക്ടറി ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് ദേ ഹാഡ് മെയ്ഡ് ദ ഡേ, അവർ സക്സീഡ് ചെയ്തു കോൺഗ്രസിന് ത്രിപുര ആൻഡ് ജാർഖണ്ഡിൽ കേട്ടോ. ആൻഡ് ത്രിപുരയിലോട്ട് വരുവാണെങ്കിൽ, ത്രിപുരയിൽ വീണ്ടും പറയുവാണെങ്കിൽ വീണ്ടും ത്രിപുരയിൽ പണ്ട് സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു CPIMനെ സംബന്ധിച്ചിടത്തോളം, പക്ഷെ ഇപ്പം അല്ല, അത് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ AAP ആം ആദ്മി പാർട്ടി റീറ്റെയിൻ ചെയ്തു രാജേന്ദ്ര നഗർ അസംബ്ലി സീറ്റ്. പക്ഷേ എന്നിരുന്നാലും ദർ ഇസ് നോ സൊലൈസ്, പ്രത്യേകിച്ച് ഒരു കംഫർട്ട് അവർക്കില്ല. ബിക്കോസ് ദേ ലോസ്റ്റ് ഇറ്റ്സ് റെപ്രസെന്റേഷൻ. AAP അവരുടെ റെപ്രസെന്റേഷൻ അവർക്ക് ലോസ് ചെയ്തു, ലോക്സഭയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ചെയ്തു. അതുകൊണ്ട് അതിലും അവിടെ നമുക്കൊരു സ്ട്രോങ് ഹോൾഡ് ഇല്ല എന്നുള്ളതാണ് കാര്യം. പറഞ്ഞു വരുമ്പോൾ ഓപ്പോസിഷൻ പാർട്ടി ഒട്ടും സ്ട്രോങ് അല്ല, ഒരു ഓപ്പോസിഷനും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ BJP ഡോമിനൻസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്, മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഹൈലൈറ്റഡ് ഇവിടെ അത് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. BJPയുടെ സ്ട്രോങ് ഹോൾഡ്, BJPയുടെ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഡോമിനൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം ഓപ്പോസിഷന്റെ ഇന്നബിലിറ്റി അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓപ്പോസിഷന്റെ ഇന്നബിലിറ്റി ടു റൈസ് ടു ചാലഞ്ച് ആണ് ഇവിടെ പറയാൻ പറ്റുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇത് ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ആർട്ടിക്കിൾ. മനസ്സിലായോ പിള്ളേരെ? നമുക്കിതൊന്ന് നോക്കണം, പൊളിറ്റിക്കലായിട്ട് എന്താണ് നടക്കുന്നത് എന്നറിയണം. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ആർട്ടിക്കിളായിട്ട് നമ്മളത് വായിക്കാൻ നിന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? നമുക്ക് വേഗം ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പറഞ്ഞ് വേഗം അങ്ങ് നിർത്താം അല്ലേ? ഇന്നലത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നിർത്തിയാലോ? വേഗം പറഞ്ഞു. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറ. യെസ്, സ്ട്രോങ് ഓപ്പോസിഷൻ വിൽ ഹെൽപ്പ് ടു റീറ്റെയിൻ പ്രസിഡന്റ് കൺട്രി ആണ്. പക്ഷേ സ്ട്രോങ് ഓപ്പോസിഷൻ എവിടെ അല്ലേ? അതാണ് പ്രശ്നം. യെസ്, മൂവിങ് ഓൺ ടു യെസ്റ്റർഡേസ് ക്വസ്റ്റ്യൻ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇഫ് മിർ ഇസ് ഇൻ ഫാക്ട് ബിഹൈൻഡ് ബാർസ്, ന്യൂ ഡൽഹി മസ്റ്റ് ഹാവ് മൂവ്ഡ് ക്വിക്ലി ടു ഡിമാൻഡ് ഹിസ് എക്സ്ട്രഡിഷൻ ടു സ്റ്റാൻഡ് ഫോർ ട്രയൽ ഇൻ ഇന്ത്യ. നോക്കിക്കേ, ഇഫ് മിർ ഇസ് ഇൻ ഫാക്ട് ബിഹൈൻഡ് ബാർസ്, ന്യൂ ഡൽഹീസ് must have moved quickly to demand his extradition to stand for trial in India. പറഞ്ഞു. ആരുമില്ല ഓപ്പോസിഷൻ, അത് തന്നെ. സിനാനെ കിട്ടിയോ? നമ്മുടെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇംഗ്ലീഷ് വിത്ത് റിൻറ്റൂവിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ അത്. ആൻസർ പറ. ഓക്കെ, ഓ ജോയിൻ ചെയ്തു എന്നല്ലേ അർത്ഥം? ഓ ആണല്ലേ? ഓക്കെ, കിട്ടിയോ? ആൻസർ പറ. സിമ്പിൾ ആൻസർ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആരുമില്ല ഇവിടെ എനിക്ക് ആൻസർ പറഞ്ഞു തരാൻ. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ആണോ അതോ നമ്മുടെ അഡയുടെ ഒഫീഷ്യൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടിയുള്ള ടെലിഗ്രാം ചാനലാണെങ്കിൽ ഇത് അഡയുടെ ഒഫീഷ്യൽ സെൻട്രൽ എക്സാമിൻ്റെ ടെലിഗ്രാം ചാനൽ ഇതാണ്. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ മതി. ഇത് ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ID കേട്ടോ.
ആൻസർ കിട്ടിയോ? പറ ആൻസർ. ആ, ഒരാളെ ആൻസർ പറഞ്ഞുള്ളൂ. ഇതുവരെ വേറെ ആരും ആൻസർ പറയാത്ത എന്താ പിള്ളേരെ? ഇഫ് മിർ ഈസ് ഇൻ ഫാക്ട് ബിഹൈൻഡ് ബാർസ്. ഇഫ് മിർ ബിഹൈൻഡ് ബാറിലാണെങ്കിൽ, റിയാലിറ്റിയിൽ മിർ ബിഹൈൻഡ് ബാർസ് ആണെങ്കിൽ ഡൽഹി എന്ത് ചെയ്യണം? അതായത് പുള്ളി ജയിലിലാണെങ്കിൽ ഡൽഹി എന്ത് ചെയ്യണം? മസ്റ്റ് ഹാവ് മൂവ്ഡ് ആണോ? അല്ല. ഇതാ കൊടുക്കുന്നത്. ഇത് ഏതാ കൊടുത്തേക്കുന്നത്? സീറോ കണ്ടീഷനിലാ. മസ്റ്റ് ഹാവ് അല്ല, മസ്റ്റ് മൂവ് ആണ്. മസ്റ്റ് മൂവ്. സീറോ കണ്ടീഷനിൽ പ്രത്യേകത എന്താ? കണ്ടീഷണൽ സെന്റൻസ് ആണ്. കണ്ടീഷണൽ സെന്റൻസിൽ വലിയതൊക്കെ വരാം, അത് ഫസ്റ്റ് കണ്ടീഷനിലാണെങ്കിൽ. സീറോ കണ്ടീഷനിലാണെങ്കിൽ എന്ത് കൊടുക്കും? ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇവിടെയും സിമ്പിൾ പ്രസന്റ്. മസ്റ്റ് സിമ്പിൾ പ്രസന്റ് വരുമ്പോൾ വരുന്നതല്ലേ? ആണ്. ന്യൂഡൽഹി മസ്റ്റ് മൂവ് ക്വിക്ലി. ന്യൂഡൽഹി മൂവ് ചെയ്യണം ക്വിക്ലി ടു ഡിമാൻഡ്. നിർബന്ധമായിട്ട് മൂവ് ചെയ്യണം, കമ്പൽസറി ആയിട്ട് മൂവ് ചെയ്യണം ക്വിക്ലി ടു ഡിമാൻഡ് ഹിസ് എക്സ്ട്രഡിഷൻ ടു സ്റ്റാൻഡ് ഫോർ ട്രയൽ ഇൻ ഇന്ത്യ. അതാണ് മസ്റ്റ് പ്ലസ് V1. കേട്ടോ, മസ്റ്റ് പ്ലസ് V1, ക്യാൻ പ്ലസ് V1 എല്ലാം വരെ. ഏത് മോഡൽ ഓക്സിലറി വേർബ്? പ്രസന്റിലുള്ള മോഡൽ ഓക്സിലറി വേർബ് വന്നാൽ കറക്റ്റാ. കുഡ് വരരുത്, വുഡ് വരരുത്, മൈറ്റ് വരരുത്. ഷുഡ് വരാം, മസ്റ്റ് വരാം, എല്ലാം വരാം, കുഴപ്പമില്ല കേട്ടോ. സോ മൂവിങ് ഓൺ ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്. അണ്ടിൽ 2021 ദ ടൂർണമെന്റ് ഈവൻ ഹാഡ് എ മിഡിൽ സൺഡേ ഹോളിഡേ, an out of place idea on the era of mega television deals and ambush marketing. Until 2021, the tournament even had a middle Sunday holiday, an out of place idea on the era of mega television deals and ambush marketing. Question നോക്കിയോ, സിമ്പിൾ, ഒരു സിമ്പിൾ എറർ ആണ് ഇവിടെ ഉള്ളത്, ബട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആൻഡ് ഗിവ് മീ യുവർ ആൻസേഴ്സ്. ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൻ്റെ, എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം കേട്ടോ. ആയതുകൊണ്ട് പ്രസന്റ് ആയതുകൊണ്ടല്ലേ മസ്റ്റ് V1? അതെ. ഇഫ് ക്ലോസ് ആയതുകൊണ്ടും ആണ്, ഇഫ് ക്ലോസ് കണ്ടീഷണൽ ആയതുകൊണ്ടും പ്രസന്റ് ആയതുകൊണ്ടുമാണ് മസ്റ്റ് പ്ലസ് V1 വന്നേ. ആണ് ഗുരുദാസ്, കറക്റ്റ്. യെസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ആൻസർ തന്നെ കോമന്റ് സെക്ഷനിൽ മറക്കണ്ട. അപ്പോൾ നമ്മുടെ 10th മെയിൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ വരുന്ന ജൂലൈ 4-ാം തീയതി. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ വേഗം തകൃതിയായിട്ട് ജോയിൻ ചെയ്യുക. 10th പ്രിലിംസ് കഴിഞ്ഞു, നമുക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. കാരണം അവസാന നിമിഷത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് ഇംഗ്ലീഷും ഉണ്ട്. മെയിൻസ് 10th പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ലായിരുന്നു, ഇതിന് ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഉണ്ട്, ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാൻ മുന്നോട്ട് പോകാം അല്ലേ. അതുപോലെ തന്നെ മലയാളവും ഇംഗ്ലീഷും ഇല്ലായിരുന്നല്ലോ പ്രിലിംസിന്, മെയിൻസിന് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വരിക, ജോയിൻ ചെയ്യാം നമ്മുടെ കോഴ്സിന് കേട്ടോ. ജൂലൈ 4-ാം തീയതി തുടങ്ങുവാണ്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ 3ാമത്തെ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമുക്കിപ്പോൾ ഇതായിട്ട് നമ്മുടെ അഡ്മിഷൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് ബാച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ തേർഡ് ബാച്ചായി. വേഗം വരിക, കാരണം 100 പേര് കഴിഞ്ഞു ഓൾറെഡി ബാച്ചിൽ. അപ്പോൾ വേഗം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യില്ലെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് തുടങ്ങും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ബാച്ച് 27-ാം തീയതി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത വേഗം ജോയിൻ ചെയ്യുക. കോഡ് അറിയാലോ, Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കുക. ക്ലാസ്സിൽ കയറാട്ടോ പിള്ളേരെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവ്രി വൺ. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാ ദിവസവും വരിക. 8:30 നമ്മുടെ ക്ലാസ് ഉണ്ട്, 8:30 എഡിറ്റോറിയൽ സെഷൻ ഉണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്രാമർ സെഷനും ഒക്കെ ആയിട്ട് 9 മണിക്കാകുമ്പോൾ ഞാൻ വരും. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ സ്പെഷ്യലായിട്ട് 7 മണിക്ക് ഞാൻ വരാറുണ്ട്. അങ്ങനെയാണ്. അത് എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരിക്കലേക്ക് വരുള്ളൂ. ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എഡിറ്റോറിയൽ സെഷനിൽ ഇൻഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വരിക, ക്ലാസ് കാണുക. ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കുക. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോടൊക്കെ എത്തിക്കുക. ആൻസർ കോമന്റ് സെക്ഷനിൽ തരിക. ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു എവ്രി വൺ ആൻഡ് സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. സുഖമായിട്ടിരിക്കുക. എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു. അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടിയുള്ള ടെലിഗ്രാം ചാനൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു എവ്രി വൺ. ബൈ.